ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്നത് നേരത്തെ നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒരു നോട്ടെന്നും പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ നേരത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഇങ്ങനെയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ അറിയാം. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രീവിയസ് സെമ്മുകളിൽ, ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡോ ബൈ ഡോ എക്സ്, എന്താണ് ഡോ ബൈ ഡോ വൈ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രീവിയസ് സെമ്മുകളിൽ നിങ്ങൾ ആദ്യമായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് ഇവിടെ ചെറിയ രണ്ടും കണക്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. ആ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്. അപ്പോൾ എൻ്റെ ഫംഗ്ഷനാണ് യു എന്ന് പറയുന്നത് എൻ്റെ ഫംഗ്ഷൻ. യു എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ എടുക്കുന്നത് എഫ് എന്നാണ്. എഫ് ഇവിടെ നമ്മുടെ ഈ പാഠത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഫംഗ്ഷനാണ് യു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0 ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0 ഓക്കെ ആണല്ലോ. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0. അതിനുമ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയാം. അറ്റ് 0 ഉള്ള പോട്ട് എന്താണ് ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ? എന്താണ് ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ? സിമ്പിൾ ആണ്, നോക്കിക്കോണം. ഡോ യു ബൈ ഡോ എക്സ് ആകുമ്പോൾ എളുപ്പമാണ്, നോക്കിക്കോണം. ലിമിറ്റ് h → 0 യു ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ. കണ്ടോ, ഏത് രീതി മനസ്സിലായോ? ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h → 0 യു ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ. എക്സിന് മാത്രമാണ് എച്ച് കൂടിയേക്കുന്നത്. യു ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ മൈനസ് യു ഓഫ് 0,0 യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ എച്ച്. ഡെഫിനിഷൻ നമ്മൾ സാധാരണ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ പറഞ്ഞ ഇങ്ങനെ, യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. യു ഓഫ് എക്സ് കോമ വൈ യുവിനകത്ത് രണ്ട് വേരിയബിൾ എക്സും വൈയും. എക്സും വൈയും. ഇവിടെ ഈ പാർട്ടിനകത്ത് യു എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? യു എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, വി എന്തുവാ ഇമാജിനറി പാർട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ ഞാൻ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്, യുവും ബി എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന യുവിനകത്തും ബിക്കകത്തും എക്സും വൈയും ഉണ്ട്. ആരുണ്ട്? എക്സും വൈയും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ യു ഓഫ് എക്സ് കോമ വൈ, ബി ഓഫ് എക്സ് കോമ വൈ എഴുതാനുള്ള കാരണം അതാ. എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന യുവിനകത്തും ബിക്കകത്തും ഒക്കെ 2 അക്ഷരമുണ്ട്, എക്സും വൈയും. വേറെ 3ാമത് അക്ഷരം ഇല്ല, 2 അക്ഷരമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഡോ യു ബൈ ഡോ എക്സ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h → 0 യു ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് വൈ, യു ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് നമുക്ക് ഇത് എഴുതി വെച്ചോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് എന്താണെന്നല്ല, ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0. അറ്റ് 0 മീനിങ് എന്തുവാ? 0 മീനിങ് ഒറിജിൻ എന്ന് പറയും. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ എന്ന് പറയാം. ഒറിജിൻ എന്ന് പറയാൻ നേരത്തെ എന്തുവാ? എക്സും 0 വൈയും 0. നിങ്ങൾ എക്സിനും വൈക്കും 0 എടുത്താൽ മതി. സിമ്പിൾ ആണ്, നോക്കണം. ലിമിറ്റ് h → 0 യു ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് h എന്താ? h. അപ്പൊ യു ഓഫ് h കോമ 0. കാരണം എക്സും വൈ 0 മീൻസ് ഒറിജിൻ. 0 മീൻസ് ഒറിജിൻ. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 0. എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0. ഈ ഇക്വേഷൻ നിങ്ങൾ എക്സും വൈക്ക് 0 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് യു ഓഫ് 0,0 ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് സാധനം. ഇത് വന്നത് ഇവിടുന്ന. ഇതാണ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0 ഡെഫിനിഷൻ. ഇത് ബിക്കും പറയാം. തേർഡ് ഞാൻ ബിക്ക് പറയുമ്പോൾ എന്താണ് ഡോ വി ബൈ ഡോ എക്സ്? ഡോ വി ബൈ ഡോ എക്സ് എന്തോ പറ? ലിമിറ്റ് h → 0 യു മറ്റ് വി ആക്കിയാൽ മതി. വി ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ എച്ച്. അപ്പം അടുത്ത ചോദ്യം എന്താണ് ഡോ വി ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ? ദാറ്റ് ഈസ് 0. ഈ അറ്റ് 0 പകരമാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഡോ വി ബൈ ഡോ എക്സ് അറ്റ് 0 ആകുമ്പോൾ എക്സിന് വൈക്ക് 0 കൊടുത്താൽ മതി. ലിമിറ്റ് h → 0 വി ഓഫ് h കോമ 0 മൈനസ് വി ഓഫ് 0,0 ഡിവൈഡ് ബൈ എച്ച്. ഇമ്പോർട്ടൻ്റാ. ഞാൻ പറഞ്ഞ ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ എക്സും ആ. ഇനി എക്സ് മാറി ഡോ യു ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ വൈ ആണല്ലോ, ശരിയല്ലേ? സോ ഇത് വൃത്തിക്ക് വെക്കുക. നമുക്ക് മുന്നോട്ട് കണക്ട് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് റിസൾട്ടുകളാണ്. കാണാൻ പഠിച്ചോ റിസൾട്ടുകൾ, ഇമ്പോർട്ടൻ്റ്. ഓക്കെ, മായ്ക്കുക.
ഈ സെയിം സാധനം ഇനി വൈയിൽ എഴുതുക. ഇതിപ്പോ എഴുതിയേക്കുന്നൊക്കെ ഡോ യു ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ എക്സ് അല്ല എഴുതിയേക്കുന്നത്. ഈ സെയിം സാധനം വൈ വെച്ച് എഴുതാം. നോക്കിക്കോണം, വൈ വെച്ച് എഴുതുന്നത് സിമ്പിൾ, അത് മനസ്സിലാക്കി എഴുതാൻ പറ്റും, എളുപ്പമാണ്. 5 നോക്കിക്കോണം, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ആവുമ്പോൾ നോക്കിക്കോണം ലിമിറ്റ് h→0 u ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച്. കണ്ടോ, നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ എക്സ് പ്ലസ് എച്ച് കോമ വൈ എന്നായിരുന്നു. ഇവിടെ വൈയുടെ ഡോ യു ബൈ ഡോ വൈ വരുമ്പം എക്സ് കോമ വൈ പ്ലസ് എച്ച്. ഓക്കെ, മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ എച്ച്. അങ്ങനെയാണെങ്കിൽ ഡോ യു ബൈ ഡോ വൈ അറ്റ് ഒറിജിൻ 0 ആകുമ്പോഴോ എക്സ് എടുക്കും. അപ്പൊ ലിമിറ്റ് h→0 u ഓഫ് 0 കോമ എച്ച്. കണ്ടോ, അതായത് ഞാൻ ആദ്യം തന്ന 4 എണ്ണവും ഇപ്പൊ 4 എണ്ണം നമ്മൾ വ്യത്യാസം നിങ്ങൾ നോക്കണം. ഓക്കെ, അത് ഞങ്ങൾ പഠിക്കാൻ പറയുന്നത് ഞാൻ കുറച്ചേ പഠിക്കാൻ പറയത്തുള്ളൂ, എല്ലാം പഠിക്കണ്ട. ഞാനിങ്ങനെ ബോക്സ് ഇടുന്നത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ നേരത്തെ ബോക്സ് ഇട്ടതും ഇപ്പൊ ബോക്സ് ഇട്ട് നമ്മളെ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ബി വെച്ച് എഴുതാം. ഡോ വി ബൈ ഡോ വൈ, യു വെച്ച് നമ്മൾ പഠിച്ചാൽ ബി വെച്ച് എഴുതാൻ എളുപ്പമാണ്. യു മറ്റ് ബി ആക്കിയാൽ മതിയല്ലോ. എട്ട് റിസൾട്ട് തന്നു. ആ 8 റിസൾട്ട് ഞാൻ 4 എണ്ണമേ ബോക്സ് ഇട്ടുള്ളൂ. ഓക്കെ, 8 എണ്ണം ഒന്ന് തന്നെയാണ്. ആ ബോക്സിൽ ഇടാത്തതിനകത്തോട്ട് എക്സിന് വൈക്കും 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ബോക്സിൽ ഇട്ടത്. സോ നിങ്ങൾ പക്ഷേ കാണാൻ പഠിക്കേണ്ട ഏതാ? ബോക്സ് ഇട്ടത്. ഓക്കെ, അപ്പൊ ആദ്യം എണ്ണ ബോക്സ് ഇട്ടത് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ, ഡോ വി ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ. രണ്ടാമത് ബോക്സ് ഇട്ടേക്കുന്നത് ഡോ യു ബൈ ഡോ വൈ അറ്റ് ഒറിജിൻ, ഡോ വി ബൈ ഡോ വൈ അറ്റ് ഒറിജിൻ. ഈ 0 മീൻസ് ഒറിജിൻ എന്നുള്ള മീനിങ്, അത് ഒറിജിൻ എന്ന് പറയാം, അല്ലെങ്കിൽ 0 എന്ന് പറയാം, എല്ലാം ഒരേ മീനിങ് തന്നെ. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ തനിയെ ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാവണം. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നൊക്കെ നോക്കാനും അല്ലെങ്കിൽ അനലിറ്റിക് ആണെന്ന് നോക്കാനൊക്കെ നമ്മൾ നേരത്തെ കുറെ കണക്കുകൾ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാനും പറ്റണം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. ഷോ ദാറ്റ് മീൻസ് തെളിയിക്കുക. ഷോ ദാറ്റിലെ കാണിക്കുക ദി ഫംഗ്ഷൻ f of z is equal to root of modulus of xy. ഓക്കെ, f of z is equal to root of modulus of xy is not analytic at the origin. ഒറിജിൻ അനലിറ്റിക് അല്ലെന്ന്. ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് ദി ഒറിജിൻ. ഇത് ഒറിജിൻ എന്നല്ല, അനലിറ്റിക് അല്ലെന്ന്. ഒറിജിൻ മീൻസ് 0 നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഒറിജിൻ എന്ന് പറയുവാണെങ്കിൽ, എവിടെയെങ്കിലും ഒറിജിൻ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 0,0 ആണ്. ഒറിജിൻ മീൻസ് 0. സോ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ ഫംഗ്ഷൻ f of z is equal to root modulus xy is not analytic at 0. നോട്ട് അനലിറ്റിക് അറ്റ് 0 എന്ന് പറഞ്ഞതിന് പകരമാണ് നോട്ട് അനലിറ്റിക് അറ്റ് ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒറിജിൻ എന്ന് പറഞ്ഞ അർത്ഥം 0 ആണ്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒറിജിൻ കണ്ടാൽ നിങ്ങൾ 0 വായിച്ചാൽ മതി. സോ നോട്ട് അനലിറ്റിക് അറ്റ് 0, ദാറ്റ് ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് ഒറിജിൻ. അല്ലെങ്കിൽ നോട്ട് അനലിറ്റിക് അറ്റ് ഒറിജിൻ വായിക്കട്ടെ എങ്ങനെ? നോട്ട് അനലിറ്റിക് അറ്റ് 0. സോ നോക്കണം, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ f of z is equal to ഈ സാധനം നോട്ട് അനലിറ്റിക് അറ്റ് 0. 0,0 ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല തെളിയിക്കുക. 0,0 ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല തെളിയിക്കുക. ഒറിജിൻ മീൻസ് 0. കണ്ടോ? അപ്പൊ 0,0 ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, കണ്ടോ? നോട്ട് അനലിറ്റിക്. സോ 0,0 ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല തെളിയിക്കുക. എന്ത് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ? അനലിറ്റിക് മീൻസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ തെളിയിക്കുന്നത് എന്തുവാ? നോട്ട് അനലിറ്റിക് എല്ലാം തെളിയിക്കുക. അർത്ഥം എന്തുവാ? 0,0 ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇല്ല, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല തെളിയിച്ചാൽ മതി. അതായത് അർത്ഥം അനലിറ്റിക് മീൻസ് ഡിഫറൻഷ്യബിൾ. ഈ ശരിക്കും പറഞ്ഞാൽ അനലിറ്റിക് അർത്ഥം ഡിഫറൻഷ്യബിൾ എന്നല്ല, പക്ഷെ അനലിറ്റിക് നമുക്ക് തൽക്കാലം ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. എന്തുകൊണ്ടാ? അനലിറ്റിക് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയും. ഒരു പോയിന്റിലും അതിന് ചുറ്റുമുള്ള പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അനലിറ്റിക് എന്ന് പറയും. ഇതാണ് പ്രത്യേകത.
ഞാൻ അനലിറ്റിക് പഠിപ്പിച്ച് പറഞ്ഞായിരുന്നു. സോ അനലിറ്റിക്കും ഡിഫറൻഷ്യബിൾ ഒന്ന് തന്നെയാണ്, പക്ഷെ ആ കോൺസെപ്റ്റിന് ചെറിയ വ്യത്യാസമുള്ളൂ. അതായത് ഇപ്പം ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ആ പോയിന്റ് നമ്മൾ വിളിച്ച പി. അപ്പൊ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ പോയിന്റിൽ, ഏത് പോയിന്റിൽ, പി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. എന്താന്ന് പറയും? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. ഓക്കെ ആണല്ലോ. പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയും. എന്നാൽ പി എന്ന് പറയുന്ന പോയിന്റിലും ആ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ചുറ്റുമുള്ള പോയിന്റ്സിലും ആ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും പി എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് എന്ന് പറയും. അതിന്റെ കോൺസെപ്റ്റ് അതാ. ചുരുക്കം പറഞ്ഞാൽ അനലിറ്റിക് മീൻസ് ഡിഫറൻഷ്യബിൾ. സോ അനലിറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ അനലിറ്റിക് പറയണമെങ്കിൽ ആ പോയിന്റിലും ചുറ്റുമുള്ള പോയിന്റിലും എന്താവണം, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു പോയിന്റ് മാത്രം പറയുമ്പോഴാണ് ഡിഫറൻഷ്യബിൾ, ആ പോയിന്റും ചുറ്റുമുള്ള പോയിന്റും പറയുമ്പോഴാണ് അനലിറ്റിക്. ഇപ്പൊ രണ്ട് ഏകദേശം ഒന്ന് തന്നെ, പക്ഷെ മീൻസ് രണ്ടും ഡിഫറൻഷ്യബിൾ തന്നെ. പിന്നെ മറ്റേ ഒരിടത്ത് ഒരു പോയിന്റ്, മറ്റൊരിടത്ത് ഒരുപാട് പോയിന്റ്, ഈ വ്യത്യാസമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അനലിറ്റിക് പറയുന്ന ഡിഫറൻഷ്യബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വിഷയമാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് അനലിറ്റിക് അല്ല മീൻസ് ഡിഫറൻഷ്യബിൾ അല്ല, മീൻസ് ഡെറിവേറ്റീവ് ഇല്ല. എവിടെ? 0,0. അതായത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന് 0,0 ഡെറിവേറ്റീവ് ഇല്ല എന്ന് തെളിയിക്കുക. ഫസ്റ്റ് ഓക്കെ. ബട്ട് even though CR equation means Cauchy-Riemann equations. So even though Cauchy-Riemann equations are satisfied thereof, പക്ഷെ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ നോക്കാൻ, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ നോക്കാൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷേ അവിടെ പഠിപ്പിച്ചത് ഞാൻ വേറെ കാര്യം പറഞ്ഞായിരുന്നു, Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് നിർബന്ധമില്ല. Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ നിർബന്ധമില്ല. Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞു. Cauchy-Riemann equation എന്ന് പറഞ്ഞാൽ ഒരു നെസസറി കണ്ടീഷനാണ്. Cauchy-Riemann equation എന്തുവാ? ഒരു നെസസറി കണ്ടീഷനാണ്. സോ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ നിർബന്ധമില്ല. അങ്ങനെയുള്ള എക്സാമ്പിൾസും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ കാര്യം, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷേ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും അനലിറ്റിക് ആണോ നിർബന്ധമില്ല. അതായത് Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്തിട്ടും അനലിറ്റിക് ആവാത്ത ഫംഗ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് ഇയാള്. പരിശീലനം ചോദിക്കും, ഇതൊന്നും പറയാം, ഇങ്ങനെ ഒന്നും ചോദിക്കാതെ ഒറ്റയടിക്ക് ഒരു ക്വസ്റ്റൻ ചോദിക്കും. Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പക്ഷെ അനലിറ്റിക് അല്ല. ഒരു എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ f of z is equal to root of modulus of xy. മനസ്സിലായി തോന്നുന്നു. അപ്പം നിങ്ങൾ എക്സാമ്പിൾ ഒക്കെ ഓർത്ത് വെച്ചോണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് പറഞ്ഞത്. അങ്ങനെ ചോദിക്കുന്നതല്ല, അങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അനലിറ്റിക് ആയിരിക്കും സാധാരണ. അതായത് ഒരു 90% ഫംഗ്ഷൻസും Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്താൽ അനലിറ്റിക് ആയിരിക്കും. എന്നാൽ ചില ഫംഗ്ഷൻസ് ഒക്കെ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്താലും അനലിറ്റിക് ആവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതൊരാളാണ് ഇയാൾ. സോ അങ്ങനെയുള്ള കുറച്ച് എക്സാംസ് എന്ത് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പോൾ തെളിയിക്കേണ്ട അത്രേ ഉള്ളൂ. ഇവിടെ പ്രൂഫ് രണ്ട് പ്രൂഫാണ് വരുന്നത്. ഒന്ന്, ഫസ്റ്റ് തെളിയിക്കേണ്ടത് ഈ ഫംഗ്ഷൻ നോട്ട് അനലിറ്റിക് അല്ല, അതായത് ഡിഫറൻഷ്യബിൾ അല്ല തെളിയിക്കണം. എവിടെ? 0,0. സെക്കൻഡ്, ഈവൻ ദോ CR equation ആർ സാറ്റിസ്ഫൈഡ്, പക്ഷേ CR equation അതായത് Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്ന തെളിയിക്കണം. അതായത് ഈ തന്ന ക്വസ്റ്റ്യൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എന്നാൽ എന്തല്ല, അനലിറ്റിക് അല്ലതാനും എന്ന് തെളിയിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ തന്ന ഫംഗ്ഷൻ ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈ തന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ തന്ന ക്വസ്റ്റ്യൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തല്ല, അനലിറ്റിക് അല്ല. ഇതാണ് അത് നമ്മൾ തെളിയിക്കണം. ഈ ഫംഗ്ഷൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈ ഫംഗ്ഷൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തല്ല, അനലിറ്റിക് അല്ല. അനലിറ്റിക് അല്ല മീൻസ് ഡിഫറൻഷ്യബിൾ അല്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ല. തെളിയിക്കണം. ഫസ്റ്റ് നമ്മൾ തെളിയിക്കുന്നത് ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു ഇല്ലും ചെക്ക് ചെയ്യുക. തെളിയിക്കേണ്ടത് ശോധാകാര്യം നമുക്കറിയാം, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? നോട്ട് അനലിറ്റിക് മീൻസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ആണ് തെളിയിക്കേണ്ടത് ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതാണ് അത് തെളിയിക്കേണ്ടത്. ഏത് പോയിന്റില്? ഒറിജിൻ 0,0. അതാണ് നമ്മൾ അത് തെളിയിക്കാൻ പോകുന്നത്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഡെഫിനിഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ അറിയാം. അപ്പം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇല്ലെന്ന് നോക്കുക ആദ്യം. ദെൻ അടുത്തത് Cauchy-Riemann equation സാറ്റിസ്ഫൈ നോക്കുക. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, വായിക്കുക. എങ്ങനെയാ 0,0 ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കുന്നത്? എങ്ങനെയാണ്
ഡെഫിനിഷൻ ഡെറിവേറ്റീവിന്റെ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ഫംഗ്ഷൻ പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം, എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് മോഡുലസ് ഓഫ് എക്സ് വൈ. ഒരു കൊനസ്റ്റ് ഫംഗ്ഷനാണ്, കാരണം ഈ ഫംഗ്ഷൻ എന്തില്ല ഡെറിവേറ്റീവ്, അതായത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുവാണ് സൈനിന്റെ ഡെറിവേറ്റീവ് എന്തോ കോസ്, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, ടാൻ ഡെറിവേറ്റീവ് സീക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് പല ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അറിയാം. ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാവും, റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ. ഇപ്പൊ റൂട്ട് എക്സ് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ റൂട്ട് എക്സ് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, റൂട്ട് എക്സ് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, 1/2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് അറിയാവോ? ഇല്ല. എന്തുകൊണ്ടല്ലേ? കാരണം മോഡുലസ് ഉണ്ട്, മോഡുലസ്. കാരണം മോഡുലസ് ഉള്ള സാധനം ഡെറിവേറ്റീവ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതായത് ഈ തന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടോ ഇല്ല നമുക്ക് അറിയത്തുമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ അറിയത്തുമില്ല. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിന് പ്രത്യേകത. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതായത് ഇപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് വെച്ചാൽ കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് വെച്ചാൽ മൈനസ് സൈൻ എക്സ്. എന്നാൽ ഈ ഡെറിവേറ്റീവ് വെച്ചാലോ അറിയത്തില്ല. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് അറിയാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തന്നത്. ഓക്കെ, എഫ് ഓഫ് ഇസഡ് നമുക്ക് ഫസ്റ്റ് ജോലി, നമ്മൾ എഫ് ഓഫ് ഇസഡിന് ഡെറിവേറ്റീവ് ഉണ്ടോ, എഫ് ഓഫ് ഇസഡിന് ഡെറിവേറ്റീവ് ഉണ്ടോ നമുക്ക് നോക്കണം. ഏത് പോയിന്റിൽ? 0 0. നമുക്ക് അത് ചെക്ക് ചെയ്യാം. എന്താ ഡെഫിനിഷൻ ഡെറിവേറ്റീവിന്റെ? ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ഇസഡ്. എഫ് ഡാഷ് ഓഫ് ഡെറിവേറ്റീവ് എന്തോ ഡെഫിനിഷൻ എന്തുവാ? ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു. അപ്പൊ ഏത് പോയിന്റ് ചെക്ക് ചെയ്യേണ്ടത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യണം. ഏത് പോയിന്റ് ചെക്ക് ചെയ്യേണ്ടത്? ഇസഡിൽ ചെക്ക് ചെയ്യേണ്ടത്. ഇസഡിൽ ശരിയല്ലേ? സോറി ഒറിജിനില്, അറ്റ് ഒറിജിനില്. സോ എഫ് ഡാഷ് ഓഫ് ഇസഡ് അറ്റ് ഒറിജിൻ മീൻസ് 0 0. എഫ് ഡാഷ് ഓഫ് ഇസഡ് മീൻസ് എഫ് ഓഫ് ഇസഡ് ഡെറിവേറ്റീവ് ഏത് പോയിന്റ്? 0 0. അതെങ്ങനെ ചെയ്യുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടൈംസ് 0. ശരിയല്ലേ? അല്ലെങ്കിൽ ലിമിറ്റ് എച്ച് ടൈംസ് 0 എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച്. ഇതാ ഡെഫിനിഷൻ കേട്ടോ. ലിമിറ്റ് എച്ച് ടൈംസ് 0 എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച്. ഓക്കെ, അത് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇച്ചിരി സിമ്പിൾ ആക്കി ഇങ്ങനെ എഴുതാം. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞ എഴുതിയാൽ മതി. ലിമിറ്റ് ഇസഡ് ടൈംസ് 0, അതാ നല്ലത്. ലിമിറ്റ് ഇസഡ് ടൈംസ് 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച്. എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ, അല്ലെങ്കിൽ അല്ല ഇസഡ് എച്ച് ആക്കിയാൽ മതിയല്ലോ, ബൈ ഇസഡ്. ലിമിറ്റ് ഇസഡ് ടൈംസ് 0. ലിമിറ്റ് നിങ്ങളെ പഠിപ്പിച്ച അങ്ങനെ ആയിരിക്കുമല്ലോ. നിങ്ങൾ ഞാൻ ഡെറിവേറ്റീവ് പഠിപ്പിച്ചത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഓർക്കുന്നില്ല, ഞാൻ നോക്കിയാൽ മതി. ലിമിറ്റ് ഇസഡ് ടൈംസ് 0 0 ആണെങ്കിൽ, അപ്പൊ ഏതാണെങ്കിൽ എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടൈംസ് ടു എ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് എ ബൈ ഇസഡ് മൈനസ് എ. ഇതാണ് ഇസഡ് എ ആകുമ്പോൾ ഡെറിവേറ്റീവ്. 0 ആകുമ്പോൾ ഉള്ളത് ലിമിറ്റ് ഇസഡ് ടൈംസ് 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ ഇസഡ്. ഇങ്ങനെ ആയിരിക്കും. ആ ഡെറിവേറ്റീവ് ഉള്ള സെക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഇതിലായാലും ഇത് പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ച രീതിയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ എന്റെ ഓർമ്മ ഇതാണെന്നുള്ളതാ. ലിമിറ്റ് ഇസഡ് ടൈംസ് 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ ഇസഡ്. ഇതിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് അറ്റ് 0 0. എഫ് ഡാഷ് ഓഫ് ഇസഡ് അറ്റ് 0 0, അതായത് ഒറിജിനുള്ള ഡെറിവേറ്റീവ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇസഡ് ടൈംസ് 0 മീൻസ് എക്സ് കോമ വൈ ടൈംസ് 0 0. ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ്. നമുക്ക് അതൊന്നും വരെ കൊടുക്കാം. എഫ് ഓഫ് ഇസഡ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് എഫ് ഓഫ് ഇസഡ്? എഫ് ഓഫ് ഇസഡ് മീൻസ് റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് റൂട്ട് എക്സ് വൈ, റൂട്ട് മോഡുലസ് എക്സ് വൈ. ഓക്കെ, ആൻഡ് എഫ് ഓഫ് 0 മീനിങ് എഫ് ഓഫ് 0 ആർക്കാ 0? നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞ എഫ് ഓഫ് ഇസഡ് എന്നാ. എഫ് ഓഫ് ഇസഡ് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈ എഫ് ഓഫ് ഇസഡിനകത്ത് രണ്ട് അക്ഷരമുണ്ട്, എക്സും വൈയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് പറഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് മാത്രമല്ല, നമുക്ക് അതിന് എഫ് ഓഫ് എക്സ് കോമ വൈ എഴുതാം. അതാണ് ഈ പറഞ്ഞ എഫ് ഓഫ് ഇസഡ്. കാരണം രണ്ട് അക്ഷരമുണ്ട്, എക്സും വൈയും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ എഫ് ഓഫ് 0 എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് 0,0 കാരണം എക്സും വൈയും 0 ആവുന്നു. ഒറിജിൻ എഫ് ഓഫ് 0 മീൻസ് കോംപ്ലക്സ് നമ്പറിനകത്ത് 0 എന്ന് പറഞ്ഞ അർത്ഥം 0 + 0 ആയിന്ന. ദാറ്റ് ഈസ് ഒറിജിൻ. ഇപ്പൊ എഫ് ഓഫ് 0 മീനിങ് എഫ് ഓഫ് 0 0 ആണ്. അതായത് എക്സും വൈയും 0 ആവുക. എക്സും വൈയും 0 ആകുമ്പോൾ റൂട്ട് മോഡുലസ് 0 × 0 എന്ന് വരും. ദാറ്റ് ഈസ് 0. അപ്പൊ എഫ് ഓഫ് 0 വില 0 ആയാ. അപ്പൊ എഫ് ഓഫ് ഇസഡിന്റെ വില റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് 0 വില 0 ഡിവൈഡ് ബൈ ഇസഡ്. ഇസഡിന്റെ വില എക്സ് പ്ലസ് ഐ വൈ. നിങ്ങൾക്ക് അറിയാം എന്തോ ഇസഡ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്നാണ്. പറഞ്ഞേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ലിമിറ്റ്, കാരണം മൊത്തം എക്സിന് വാല്യൂ ആക്കുക. ഓക്കെ, ലിമിറ്റ് എക്സ് കോമ വൈ ടൈംസ് 0 0 ലാസ്റ്റ് വരും മോഡുലസ് ഓഫ് എക്സ് വൈ മൈനസ് 0 റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ തന്നെ വരും ഡിവൈഡ് ബൈ താഴെ എക്സ് പ്ലസ് ഐ വൈ. ഇവിടുത്തെ പ്രശ്നം എന്തുവാ? ഇതിനകത്ത് എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇതിനകത്ത് എക്സും ഉണ്ട് വൈയും ഉണ്ട്. മൊത്തം ഒന്ന് എക്സിലാക്കണം. മൊത്തം അല്ലെ ഇത് നമ്മൾ എക്സിന് വൈക്കും 0 0 എക്സിന് വൈക്കും 0 0 കുഴപ്പം എന്തുവാ?
ജസ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. ഇതൊക്കെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡെറിവേറ്റീവ് ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ട്. എക്സിനും വൈക്കും 0 0 കുഴപ്പം, എക്സിനും വൈക്കും 0 0 കൊടുത്തുള്ള കുഴപ്പം എന്തുവാ? 0 × 0, മേളിൽ 0 വരും, 0 0 താഴെ 0 വരും. ഇപ്പൊ മേലും താഴെ 0, ഇപ്പൊ മേലും അതായത് എക്സിനും വൈക്കും 0 കൊടുത്താൽ മേലും 0 വരും, താഴെ 0 വരും. 0/0 ഏത് ഫോം? ഇൻഡിറ്റർമിനേറ്റ് ഫോം ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്ത് കൊടുക്കുന്നത്? വൈക്ക് mx, പുട്ട് y = mx കൊടുക്കും ശരിയല്ലേ? സോ പുട്ട് y = mx. y mx കൊടുക്കുമ്പോൾ x 0 ആകുമ്പോൾ y 0, അല്ലെ y 0 ആകുമ്പോൾ x എന്തുവാ? 0. അങ്ങനെ പിന്നെ ഒരു ആക്ഷൻ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് x → 0 എന്ന് എഴുതിയാൽ മതി. ലിമിറ്റ് x → 0 y mx കൊടുക്കുക. അപ്പോൾ √(x × mx) / x + imx. ഓക്കെ ആണല്ലോ? സോ ഇവിടെ പ്രവർത്തിക്കത്തില്ല, ഒന്നുമില്ല. y mx കൊടുത്തു. ആദ്യമായിട്ടല്ല, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ അത്രയും എടുത്തെഴുതുക, വീഡിയോ പോസ് ചെയ്യുക, എഴുതുക, വായിക്കുക. ലാസ്റ്റ് വന്നൊക്കെ ഇങ്ങനെ ലിമിറ്റ് f'(0) ഇനി കാണുന്നില്ല, f'(z) at 0 0 ആയി കാണുന്നില്ല. ലിമിറ്റ് x → 0 മോഡുലസ് ഓഫ് x × mx, that is mx², മോഡുലസ് mx² ഡിവൈഡഡ് ബൈ x + imx. x കോമൺ എടുക്കുക, അപ്പോൾ x × 1 + im എന്ന് വരും. താഴെ x കോമൺ എടുത്തു. ദാറ്റ് ഈസ് ഇനി ചെയ്യുന്നത് വെച്ചാണ് ലിമിറ്റ് x → 0 മോഡുലസ് ഓഫ് m × x². നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് m × മോഡുലസ് ഓഫ് x² ഡിവൈഡഡ് ബൈ x × 1 + im. സോ അടുത്ത സ്റ്റെപ്പിലെ ലിമിറ്റ് x → 0 മോഡുലസ് ഓഫ് m × മോഡുലസ് ഓഫ് x². ഞാൻ കാര്യം പറയാം, നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് m × മോഡുലസ് ഓഫ് x². കണ്ടോ? സിമ്പിൾ കാര്യങ്ങൾ അതൊക്കെ. x ഉണ്ട്, പക്ഷെ അറിയത്തില്ലെങ്കിൽ പാടുക. ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. മോഡുലസ് ഓഫ് m × മോഡുലസ് ഓഫ് x² എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് m × മോഡുലസ് ഓഫ് x². ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഉണ്ട്. ഈ മോഡുലസ് x², അതിനെയാണ് നമ്മൾ x എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് x² ആണ് നമ്മൾ x എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x → 0 ഇതിനെ x എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് m × x ഡിവൈഡഡ് ബൈ x × 1 + im. x വെട്ടി പോകും. ഓക്കെ, ഇവിടെ വരെ എടുത്ത് എഴുതുക വൃത്തിയായിട്ട്. വീഡിയോ പോസ് ചെയ്യുക, എഴുതുക. ഓക്കെ, x വെട്ടി പോയല്ലോ. ഇനി x വല്ലതും ഉണ്ടോ ലിമിറ്റ് കൊടുക്കാൻ? ബാക്കി അടുത്ത് തോന്നുന്നത് ലിമിറ്റ് x → 0 മേളിൽ മോഡുലസ് ഓഫ് m ഡിവൈഡഡ് ബൈ താഴെ 1 + im. ഇതിനകത്ത് x വല്ലതും ഉണ്ടോ? ഇല്ല. x ഒന്നും ഇല്ലെങ്കിൽ ഉത്തരം ഒന്നുമായിരിക്കും. കറക്റ്റ് നന്നായിരിക്കും ഉത്തരം. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ. അതായത് അടുത്ത x ന് 0 കൊടുക്കാനുള്ളതാ. x ന് 0 കൊടുക്കാൻ x ഇല്ല. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് m ഡിവൈഡഡ് ബൈ 1 + im. ഉത്തരത്തിൽ m വന്ന് എന്തോ പറയുന്നത്? നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ ഉത്തരത്തിൽ m വന്നാൽ എന്തോ എഴുതി വെക്കുന്നത്? നോട്ട് യുണീക്ക്. കാരണം m എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചതാ, y = mx എന്നല്ലേ ഉപയോഗിച്ചത്. അപ്പൊ m എന്ന് പറഞ്ഞാൽ പലർക്കും പല m ആയിരിക്കും. ഇപ്പൊ എന്റെ m 2 ആയിരിക്കും, വേറൊരാളുടെ m 3 ആയിരിക്കും, വേറൊരാളുടെ m 4 ആയിരിക്കും, വേറൊരാളുടെ m 5 ആയിരിക്കും. സോ m ന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ, m ന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? ഇട്ടുകൊടുക്കാൻ പറ്റും. അപ്പൊ m ന്റെ വില മാറുന്നതനുസരിച്ച് ഈ കിട്ടിയ ലിമിറ്റ് മാറും. അതിനർത്ഥം എന്തോ? ലിമിറ്റ് യൂണീക്ക് അല്ല. ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കണം? യൂണീക്ക് ആയിരിക്കണം. ഒരിക്കലും ലിമിറ്റ് കാണുമ്പോൾ അതിനകത്ത് എമ്മും എന്നൊന്നും വരാൻ പാടില്ല. കൃത്യം ഒരു നമ്പറേ കിട്ടാൻ പാടുള്ളൂ. ഇവിടെ പക്ഷെ ഉത്തരത്തിൽ എന്ത് കിടപ്പുണ്ട്? എം കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ അതിനകത്ത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന എം വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? എമ്മിന് പല വിലയുണ്ട്. ഇപ്പൊ ഞാൻ y = mx ഉപയോഗിച്ചോണ്ടല്ലോ ഇവിടെ എം വന്നേ. ഞാൻ y = 2x ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ എമ്മിന് സ്ഥാനത്ത് 2 വരും. വേറെ ആൾ y = 3x ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ എമ്മിന് സ്ഥാനത്ത് 3 വരും. വേറെ ആൾ y = 4x ഉപയോഗിക്കുന്നെങ്കിൽ എമ്മിനോടെ 4 വരും. അപ്പൊ പലർക്കും പല ഉത്തരം കിട്ടും. പല ഉത്തരം കിട്ടിയാൽ ശരിയാവുന്ന എങ്ങനെ? ഉത്തരം എപ്പോഴും സെയിം ആയിരിക്കണം, യൂണീക്ക് ആയിരിക്കണം. സോ എം വന്നാലും എന്താ പറയും? നോട്ട് യൂണീക്ക് അല്ല. യൂണീക്ക് അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ല. ദാറ്റ് ഈസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ല. നമ്മൾ എന്തോ കണ്ടുപിടിച്ചേ? ഡെറിവേറ്റീവ് ഇല്ലയോ? f' of z at 0 0. f' of z at 0 0 അതല്ലേ കണ്ടുപിടിച്ചേ?
കിട്ടിയ ഉത്തരം കിട്ടിയില്ല എക്സിസ്റ്റ് ചെയ്തില്ല എക്സിസ്റ്റ് ചെയ്യത്തില്ല അതിനകത്തൊന്നും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇങ്ങനെ പറയുന്നത് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് 00 എഫ് ഡാഷ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എഫ് ഡാഷ് ഓഫ് ഇസഡ് മീൻസ് ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എവിടെ 00 മീൻസ് ഒറിജിനില്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അതായത് ഡെറിവേറ്റീവ് ഇല്ല 00 ഡെറിവേറ്റീവ് ഇല്ലെങ്കിൽ അത് അനലിറ്റിക് അല്ല. കാരണം ഡെറിവേറ്റീവ് ആണെങ്കിൽ, ഡെറിവേറ്റീവ് ഉണ്ടെങ്കിലാണ് എന്താ പറയുന്നത് അനലിറ്റിക് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ പറയാം, ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് 00 മീൻസ് ഒറിജിൻ. 00 അല്ലെങ്കിൽ ഒറിജിൻ നിങ്ങൾ ഇഷ്ടമുള്ള എഴുതാം. 00 അല്ലെങ്കിൽ ഒറിജിൻ. അപ്പൊ എഫ് ഓഫ് ഇസഡ് 00 അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഒറിജിനില് അനലിറ്റിക് അല്ല എന്ന് തെളിയിച്ചു. സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. കാരണം നമ്മുടെ എഫ് ഓഫ് ഇസഡ് 00 അല്ലെങ്കിൽ ഒറിജിനില് അനലിറ്റിക് അല്ല എന്ന് തെളിയിച്ചു. ഇനി തെളിയിക്കണം എന്തുവാ, കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നേ കാരണം അനലിറ്റിക് അല്ല പക്ഷെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഉത്തരം വൃത്തിക്കരുത്, വീഡിയോ പോസ് ചെയ്തത്. നമുക്ക് കോഷ്യൻ ഇക്വേഷൻ നോക്കാം. കോഷ്യൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡോ യു ബൈ ഡോ എക്സ് സമം ഡോ വി ബൈ ഡോ വൈ ആയിരിക്കണം. അങ്ങനെ 4 ഇക്വേഷൻ അല്ലേ? ആ 2 ഇക്വേഷൻ 4 ഡെറിവേറ്റീവ് ഡോ യു ബൈ ഡോ എക്സ് അല്ലേ? അപ്പൊ നമുക്ക് 4 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലാവും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ളത്. ഓക്കെ, വായിക്കുക. ഓക്കെ, നമുക്ക് കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ നോക്കാം. കോഷ്യൻ ഇക്വേഷൻ പറയുമ്പോൾ എന്തുവാ, 4 ഡെറിവേറ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഡോ യു ബൈ ഡോ എക്സ് കാണണം, ഡോ യു ബൈ ഡോ വൈ കാണണം, ഡോ വി ബൈ ഡോ എക്സ് കാണണം, ഡോ വി ബൈ ഡോ വൈ കാണണം. ശരിയല്ലേ? ഈ 4 ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഒരു 2 ഇക്വേഷൻ ഉണ്ടല്ലോ, ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈ സെയിം ആണെന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് സാറ്റിസ്ഫൈ നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, അപ്പം നമുക്ക് ആ യും ബി കണ്ടുപിടിക്കാം. എന്തോ യും ബി മീൻസ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. സിമ്പിൾ ആണ്, നോക്കണം. നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ ആണ്. ഇത് ഇസഡ് ഫോമില അല്ല, എക്സ് വൈ ഫോമില. അപ്പൊ നമുക്ക് എഫ് ഓഫ് ഇസഡ് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ പ്ലസ് 0i കഴിഞ്ഞു. ഫോമിലായി യു പ്ലസ് വി ഐ. അപ്പൊ ആരാ യു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ, ബി എന്ന് പറഞ്ഞാൽ 0. അതിന് കിട്ടിയോ? അപ്പൊ യു കിട്ടി മോഡുലസ് ഓഫ് എക്സ് വൈ, ബി കിട്ടി 0. ഞാൻ യുവിന്റെ ബിയുടെ എടുത്തിട്ട് എഴുതുക. അപ്പൊ യുവിന്റെ വില എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ. യുവിനെയാണ് നമ്മൾ യു ഓഫ് എക്സ് വൈ തരുന്നത്, ദാറ്റ് ഈസ് യു ഓഫ് എക്സ് കോമ വൈ. അപ്പൊ യുവിന്റെ വില റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ. ബിയുടെ വില ദാറ്റ് ഈസ് ബി ഓഫ് എക്സ് കോമ വൈ, ബിയുടെ വില 0. എഴുതിയാൽ മനസ്സിലായല്ലോ. എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മോഡുലസ് എക്സ് വൈ, അതിന് എങ്ങനെ എഴുതി, അതേ പ്ലസ് 0 ആയി. അപ്പൊ ഇത് യു 0 എന്നുള്ളത് ബി, കാരണം നമ്മൾ എപ്പോഴും യു പ്ലസ് ബി ഐ എന്നല്ലേ പറയുന്നത്. ഓക്കെ, അപ്പൊ യുവും ബിയും കിട്ടി. നമുക്ക് ഈ ഡെറിവേറ്റീവ് ആണ് വളരെ ജോലി. ഫസ്റ്റ് നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഏത് പോയിന്റില്? ഒറിജിൻ. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒറിജിനാ, 0 ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഒരിക്കലും സാധാ രീതിയിൽ ഡെറിവേറ്റീവ് കാണത്തില്ല. ഓക്കെ, നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണണം. ഡോ യു ബൈ ഡോ എക്സ് അർത്ഥം എന്തുവാ? യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. യു ആരാ? യു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ. അപ്പൊ സാധാരണ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മോഡുലസ് ഓഫ് എക്സ് വൈക്ക് ഡെറിവേറ്റീവ് നമുക്ക് അറിയത്തില്ല. അപ്പൊ വെറും റൂട്ട് എക്സ് ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, സൈൻ എക്സോ കോസ് എക്സോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മോഡുലസ് കിടക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും മോഡുലസ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്? മോഡുലസ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടോ? മോഡുലസ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എവിടെയും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. പക്ഷെ സൈൻ എക്സിന്റെ കോസ് എക്സിന്റെ പഠിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇവിടെ ഈ മോഡുലസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സാധാരണ ഈ ഡെറിവേറ്റീവ് കാണാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പറ്റൂ? ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ വെച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ ദാറ്റ് ഈസ് 0. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ ദാറ്റ് ഈസ് 0. അതായത് ഒറിജിനുള്ള 0 ഡോ യു ബൈ ഡോ എക്സ്. നിങ്ങൾക്ക് ഫോർമുല അറിയാം, ഞാൻ തന്നിട്ടുണ്ട്. എന്ത് ഫോർമുല? ലിമിറ്റ് h → 0 u ഓഫ് h, 0 മൈനസ് u ഓഫ് 0, 0 ഡിവൈഡഡ് ബൈ h. ശരിയല്ലേ?
അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? യു ഓഫ് എച്ച് കോമ സീറോ വേണം, യു ഓഫ് 0,0 വേണം, ബൈ എച്ച് വേണം. എല്ലാം കണ്ടുപിടിക്കാം. നമ്മുടെ എന്തുണ്ട് എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ യു ഓഫ് എക്സ് കോമ വൈ ഉണ്ട്. എന്തുവാ യു ഓഫ് എക്സ് കോമ വൈ? യു ഓഫ് എക്സ് കോമ വൈ എന്തുവാ? റൂട്ട് എക്സ് വൈ, റൂട്ട് ഓഫ് മോഡുലസ് എക്സ് വൈ. യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് മോഡുലസ് എക്സ് കോമ വൈ. അങ്ങനെ എനിക്ക് എന്ത് വേണം? യു ഓഫ് എച്ച് കോമ സീറോ വേണം. അപ്പൊ യു ഓഫ് എച്ച് കോമ സീറോ ഇതിന്റെ അർത്ഥം എന്തുവാ? യു ഓഫ് എച്ച് കോമ സീറോ അർത്ഥം എന്തുവാ? എക്സ് എച്ച് ആക്കണം. എക്സിന്റെ വില എച്ച്, വൈയുടെ വില സീറോ. ഇട്ടെടുത്ത് നോക്ക്. റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സിന്റെ വില എച്ച്, വൈയുടെ വില സീറോ. അപ്പൊ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എച്ച് ഇൻറ്റു സീറോ, എച്ച് ഇൻറ്റു സീറോ സീറോ, റൂട്ട് സീറോ റൂട്ട് സീറോ ഇൻറ്റു സീറോ. സോ ചുരുക്കം പറയാൻ ഉത്തരം സീറോ കിട്ടും. അപ്പൊ ലിമിറ്റ് എച്ച് ടെൻ സീറോ. അപ്പൊ ആദ്യത്തെ യു ഓഫ് എച്ച് സീറോയുടെ വില സീറോ എന്ന് കിട്ടി മനസ്സിലായോ? നിങ്ങൾ ചെയ്ത് വെക്കണം, ഇത് ചെയ്ത് വെക്കണം മാർജിൻ ലെവലോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ മായ്ക്ക് വന്നേ. ഓക്കെ, അടുത്ത എനിക്ക് യു ഓഫ് 0,0 വേണം. അപ്പൊ യു ഓഫ് 0,0, ഈ യു ഓഫ് 0,0 അർത്ഥം എന്തുവാ? യു ഓഫ് 0,0 നിങ്ങളുടെ യു ഓഫ് എക്സ് വൈക്കകത്ത് എക്സിന് 0 വൈക്കും 0 എടുക്കുക. അപ്പൊ എക്സിന് വൈക്കും 0 എടുക്കുമ്പോൾ റൂട്ട് മോഡുലസ് 0 ഇൻറ്റു 0 എന്ന് വരും. ദാറ്റ് ഈസ് 0. മൊത്തം 0 അല്ലേ? സോ 0. അത് 0. 0 മൈനസ് 0 ബൈ എച്ച്. സിമ്പിൾ കാര്യമാണ്. is equal to limit h then 0 minus 0 0. അപ്പൊ 0 by h 0 by h എന്തോ 0. സോ കിട്ടി 0 എന്ന് കിട്ടി. അപ്പൊ ഡോ ബൈ ഡോ എക്സ് എന്താ കിട്ടി? 0. അത് ഒറിജിനുള്ള ഡോ ബൈ ഡോ എക്സ്, ഒറിജിനുള്ള ഡോ ബൈ ഡോ എക്സ് എന്നല്ല 0 എന്ന് കിട്ടി. അടുത്ത ഡോ ബൈ ഡോ വൈ കാണണം. ഇതുപോലെ ഉള്ളൂ, 0 കിട്ടും. ഞാൻ സ്പീഡ് ചെയ്ത് തരാം. മായ്ക്കുവാ. കാണാം ഡോ ബൈ ഡോ വൈ അറ്റ് 0 0. ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. എന്തുവാ? ലിമിറ്റ് എച്ച് ടെൻ സീറോ യു ഓഫ് 0, വൈ മൈനസ് യു ഓഫ് 0,0 ബൈ എച്ച്. അപ്പൊ എന്റെ കയ്യില് യു ഓഫ് എക്സ് കോമ വൈ ഉണ്ട്. എന്തോ യു ഓഫ് എക്സ് കോമ വൈ? റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ യു ഓഫ് 0, എച്ച് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എക്സിന് 0 വൈക്ക് എച്ച് കൊടുക്കുക. അപ്പൊ എക്സിന് 0യും വൈക്ക് എച്ചും കൊടുക്കുമ്പോൾ അത് 0 എന്ന് കിട്ടും. അടുത്ത യു ഓഫ് 0,0 എക്സിന് വൈക്ക് 0 എടുക്കുക. അപ്പൊ റൂട്ട് 0 0 എന്ന് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ലിമിറ്റ് എച്ച് ടെൻ 0 മൈനസ് 0 ബൈ എച്ച്, ദാറ്റ് ഈസ് 0. സിമ്പിൾ കാര്യമാണ്. അപ്പൊ ഡോ ബൈ ഡോ വൈ 0 കിട്ടി. കണ്ടോ? ഡോ ബൈ ഡോ വൈ 0 കിട്ടി. സിമ്പിൾ. ഓക്കെ, അതെന്താ വേണ്ടേ? ഡോ വി വെച്ച് വേണം. അത് നമുക്ക് ഇതിന്റെ വി വേണം. അത് സിമ്പിൾ. അത് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വിയുടെ വില 0 അല്ലേ. ഓക്കെ, അപ്പൊ ഡോ വി ബൈ വേണം. ഡോ വി ബൈ ഡോ എക്സ് അറ്റ് 0 0. ഡോ വി ബൈ ഡോ എക്സിന്റെ ഡെഫിനിഷൻ എന്തുവാ? ലിമിറ്റ് എച്ച് ടെൻ സീറോ വി ഓഫ് എച്ച് കോമ 0 മൈനസ് വി ഓഫ് 0,0 ബൈ എച്ച്. വി ഓഫ് എക്സ് കോമ വൈ എന്തുവാ? 0 ആണ്ടേ. ബി ഓഫ് എക്സ് കോമ വൈ, അതായത് ബിയുടെ വില എന്തോ 0 ബി ഓഫ് എക്സ് കോമ വൈ 0 മീൻസ് ബിയുടെ വില 0. ബിയുടെ വില എപ്പോഴും 0. സോ ബി ഓഫ് എക്സ് വൈ 0 എന്ന് ബി ഓഫ് എച്ച് കോമ 0 0 ബി ഓഫ് 0,0 0 കാരണം ബിയുടെ വില എപ്പോഴും 0. അപ്പൊ എങ്ങനെ പോലും എന്ത് വരും? ലിമിറ്റ് എച്ച് 0 മൈനസ് 0 ബൈ എച്ച്, അതായത് 0 എടുത്തോളൂ. അപ്പൊ ഡോ വി ബൈ ഡോ എക്സ് 0. ഓക്കെ, അർത്ഥങ്ങൾ എങ്ങനെയാണ്? ഡോ വി ബൈ ഡോ വൈ ബൈ ഡോ സെയിം അവസ്ഥ തന്നെ. അപ്പൊ ഇത് വരും 0 വെച്ചെന്ന് വരും. അപ്പൊ ബി ഓഫ് 0, എച്ച് 0. അപ്പൊ ഇത് സെയിം ആൻസർ ആണ്. അത് 0 കിട്ടും. സോ ഇവർ 4 0. ഇവർ 4 0 ഈ കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്ത് കോഷ്യൻ ഇക്വേഷൻ? ഇപ്പൊ 4 വരയിട്ടല്ലോ. 4 വരയിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ നോക്കാം. എന്തോ കോഷ്യൻ ഇക്വേഷൻ? ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ദ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനോ? ഡോ വി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കാം. ഡോ യു ബൈ ഡോ എക്സ് ഇവിടെ ആരാ? 0 അല്ലേ? ഡോ യു ബൈ ഡോ 0 ഡോ വി ബൈ ഡോ വൈ 0 സോ ഈക്വലാ. ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ഈക്വലാ. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സെക്കൻഡ് എന്തുവാ? ഡോ വി ബൈ ഡോ എക്സ് ബി എക്സ് ഉണ്ട്. ഡോ വി ബൈ ഡോ എക്സ് അത് 0 അല്ലേ? 0 which is equal to minus of dou u by dou y. Dou u by dou y എന്തുവാ? Dou u by dou y 0 അല്ലേ? Dou u by dou y 0 സോ മൈനസ് ഓഫ് 0 തന്നെ. സോ അങ്ങനെ വരുമ്പോഴും ഡോ യു ബൈ ഡോ എക്സ് 0 ആണ് is equal to മൈനസ് ഡോ യു ബൈ ഡോ വൈ 0. അപ്പൊ മൈനസ് ഓഫ് 0 മീൻസ് അത് 0 തന്നെ. അപ്പോഴേ അടുത്ത മനസ്സിലായി.
അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫംഗ്ഷൻ എന്തല്ല, അനലിറ്റിക് അല്ല. സാധാരണഗതിയിൽ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഫംഗ്ഷൻ അനലിറ്റിക് ആവണം. പക്ഷെ ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അനലിറ്റിക് അല്ല. ഇപ്പൊ ലാസ്റ്റ് കൺക്ലൂഷൻ ചെയ്തത് ദി ഗിവൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈഡ് കോഷി റിമൻ ഇക്വേഷൻസ് ബട്ട് നോട്ട് അനലിറ്റിക് അറ്റ് ഒറിജിൻ. ഒറിജിന്റെ കേസായി പറഞ്ഞ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എഴുതണം ദി ഗിവൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് കോഷി റിമൻ ഇക്വേഷൻസ് ബട്ട് നോട്ട് അനലിറ്റിക് അറ്റ് ഒറിജിൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദി ഫംഗ്ഷൻ. സോ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു 1 + i മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 - i എപ്പോഴാണ് വെൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0, ഇസഡ് ഈക്വൽ ടു 0. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ നോക്കിക്കോണം. ഇപ്പോൾ ഒരു എഫ് ഓഫ് എസ് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റൻ വരുമ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ. അപ്പോൾ ക്വസ്റ്റൻ എന്തോ ചെയ്യാനുള്ളത് നോക്കിക്കോണം. ഈ ടൈപ്പ് ക്വസ്റ്റനൊക്കെ വരുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ ചോദിക്കും? ഒന്നി കണ്ടിന്യൂസ് ആണോ ചോദിക്കാം, കണ്ടിന്യൂസ് ആണോ, ഡിഫറൻഷ്യബിൾ ആണോ, അനലിറ്റിക് ആണോ, കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ, ഇതൊക്കെ ആയിരിക്കും ഇവിടെ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റൻ വരുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾ അധികം ഇതോട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇപ്പം ഇത് ഡിഫറൻഷ്യബിൾ ആണോ കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് അതിനുണ്ട്. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്തോ പ്രൂവ് ചെയ്യാനാ? ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സോ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട കണ്ടിന്യൂസ് ആണെന്ന്. അപ്പം ഈ ഫംഗ്ഷൻ എന്താ തെളിയിക്കണം? കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. കണ്ടോ, ആൻഡ് ദി CR equation means Cauchy Riemann equation. Cauchy Riemann equation is satisfied at the origin. So Cauchy Riemann equation origin means 0 0. So origin Cauchy Riemann equation satisfied തെളിയിക്കണം. ഓക്കെ ആണല്ലോ. കോമ yet f dash of 0 does not exist. f dash of 0 അതായത് 0 ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല തെളിയിക്കണം. f dash of 0 means 0 ഡെറിവേറ്റീവ്. f dash means ഡെറിവേറ്റീവ്. f dash means ഡെറിവേറ്റീവ്. അപ്പോൾ f dash of 0 does not exist. f dash of 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് അർത്ഥം എന്തുവാ? 0 ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന്, അതായത് ഡെറിവേറ്റീവ് ഇല്ലെന്ന്. എവിടെ? 0 മീൻസ് ഒറിജിൻ. സോ ഒറിജിനിലെ ഡെറിവേറ്റീവ് ഇല്ലെന്ന് തെളിയിക്കണം. കണ്ടോ, അപ്പൊ ഇത്രയും കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. ഇത്രയും കാര്യമാണ് തെളിയിക്കേണ്ടത്. അപ്പൊ 3 പേര് തെളിയിക്കേണ്ടത്. ഒന്ന്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തെളിയിക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം ഫസ്റ്റ്. ആൻഡ് CR equations are satisfied at the origin. ഒറിജിൻ മീൻസ് 0 അല്ലെങ്കിൽ 0 0. സോ 0 0 അല്ലെങ്കിൽ ഒറിജിനില് കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തെളിയിക്കണം. ഒറിജിനില് കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തെളിയിക്കണം. ഈ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പ്രത്യേകം എന്തുവാ? കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് മീനിങ്. പക്ഷേ f dash of 0 അതായത് 0 ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല തെളിയിക്കണം. ഞാൻ പറഞ്ഞല്ലോ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെങ്കിൽ അനലിറ്റിക് ആണ്. പക്ഷേ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഫംഗ്ഷൻസും അനലിറ്റിക് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. അതുപോലെ ഒരു എക്സാമ്പിൾ ആണ് ഇതും. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല അല്ലെങ്കിൽ അനലിറ്റിക് അല്ല. അതായത് ഒറിജിനിന്റെ പ്രത്യേകം ഒറിജിൻ, അതായത് 0 0 അല്ലെങ്കിൽ ഒറിജിനില് ഈ ഫംഗ്ഷൻ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന്റെ പ്രാധാന്യം എന്തുവാ? പ്രാധാന്യം ഇത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. അല്ലെങ്കിൽ അനലിറ്റിക് ആണോ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണോ? ഈ അനലിറ്റിക് ഡിഫറൻഷ്യബിൾ ഒരു ടൈം. ഓക്കെ, അപ്പം അനലിറ്റിക് ആണ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന മാർഗ്ഗമാണ് ഈ കോഷി റിമൻ ഇക്വേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ പറയും അത് അനലിറ്റിക് ആണെന്ന് നമ്മൾ പറയും. പക്ഷേ കേട്ടോണം, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ആവാൻ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷേ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഫംഗ്ഷൻസും ഡിഫറൻഷ്യൽ ആവണം അല്ലെങ്കിൽ അനലിറ്റിക് ആവണം നിർബന്ധമൊന്നുമില്ല. ചില ഫംഗ്ഷൻസ് ഒക്കെ കോഷി റിമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നിരുന്നാലും ഡിഫറൻഷ്യൽ ആവത്തില്ല അല്ലെങ്കിൽ അനലിറ്റിക് ആവത്തില്ല. അതിനൊക്കെയുള്ള എക്സാമ്പിളാണ് തൊട്ട് മുമ്പത്തെ വീഡിയോ പഠിച്ചതും ഇതൊക്കെ മനസ്സിലായി. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആയതുകൊണ്ട് പ്രത്യേകം എടുത്ത് പഠിച്ചോണം. ഓക്കെ, ഈ ടൈപ്പ് ഒന്ന് ചെയ്യാൻ അറിയണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ ഫസ്റ്റ് കണ്ടിന്യൂസ് തെളിയിക്കാനേ വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം കണ്ടിന്യൂസ് ആണ് തെളിയിക്കാം. സോ ഒരു ഹെഡിങ് പോലെ കൊടുത്താൽ മതി, കണ്ടിന്യൂസ്
കണ്ടിന്യൂറ്റി കളിക്കാം. കണ്ടിന്യൂറ്റി അത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് കളിക്കാം. എങ്ങനെ കണ്ടിന്യൂസ് കളിക്കുന്നത്? കണ്ടിന്യൂസ് കളിക്കാൻ എങ്ങനെ? ഇപ്പൊ 0 ചെക്ക് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടിന്യൂസ് കളിക്കാൻ ലിമിറ്റ് z0 f of z ഉം f of 0 സെയിം ആയാൽ മതി. ഇതാ കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ. ലിമിറ്റ് z0 f of z ഉം f of 0 സെയിം ആയാൽ നമുക്ക് എന്താ പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് f of 0 എഴുതാമല്ലോ. f of 0 എന്തുവാ? f of 0 0 ആയ എന്തുകൊണ്ടാ? f of 0 എന്ന് പറഞ്ഞ അർത്ഥം z 0 ആകുമ്പോൾ ഉള്ള നമ്മുടെ എഫിന്റെ വാല്യൂ 0 ആയ ആടക്കണം. അങ്ങനെ തന്നേക്കുന്നേ. നമ്മുടെ എഫ് ഓഫ് വാല്യൂ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. ഇതാവുന്ന എപ്പോഴാ? z 0 ആവാത്തപ്പോൾ. ഇതാവുന്ന എപ്പോഴാ? z 0 ആവുമ്പോൾ. ഓക്കെ ആണല്ലോ. അപ്പം എഫ് ഓഫ് സീറോയുടെ മീനിങ് z 0 ആകുമ്പോൾ എഫിന്റെ വാല്യൂ z 0 ആകുമ്പോൾ എഫിന്റെ വാല്യൂ 0 ആയ. സോ നിങ്ങൾക്ക് f of 0 ആയ. അപ്പൊ ഇങ്ങനെ തരുന്നതിന് പകരം അവർക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റിനകത്ത് f of 0 = 0 തരാം. ഓക്കെ, അപ്പൊ f of 0 ആണ് ക്വസ്റ്റിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ f of 0 ആണ് ക്വസ്റ്റിനകത്തുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ലിമിറ്റ് കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, കണ്ടിന്യൂറ്റി ഹെഡിങ് കൊടുക്കുക. സോ ഗിവൺ ക്വസ്റ്റിനകത്തുണ്ട് എന്തുണ്ട്? f of 0 ആണെന്ന്. സോ ക്വസ്റ്റിനകത്തുണ്ട് f of 0 ആണെന്ന്. സോ ഗിവൺ ദാറ്റ് f of 0 = 0. സോ ക്വസ്റ്റിനകത്തുണ്ട് f of 0 ആണ് ക്വസ്റ്റിൻ പറയുന്നുണ്ട്. ഗിവൺ ദാറ്റ് നമുക്ക് ഈ ലിമിറ്റ് കാണാം. ലിമിറ്റ് എങ്ങനെയാണ്? ലിമിറ്റ് z0 f of z. ഈ ലിമിറ്റ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z0 എന്ത് f of z. സംശയം വരും. f of z എന്തോ ഉപയോഗിക്കും? രണ്ട് f of z ഉണ്ടല്ലോ. ഏത് f of z ഉപയോഗിക്കും? നമ്മുടെ f of z 2 വരെ ഉണ്ട്. f of z 2 വരെയുണ്ട്. f of z 2 വരെയുണ്ട്. ഏതൊക്കെയാ? ഒന്ന് f of z ഈ വരെയുണ്ട്, പിന്നെ ഈ വരെയുണ്ട്. ഏത് വരെ എടുക്കുന്നത്? ഈ വരെയാണ് എടുക്കാൻ. അതിന്റെ കാരണം z tends to 0. ഈ z tends to 0 എന്ന് പറയുന്ന അർത്ഥം z not equal to 0 എന്നാ. z tends to 0 means z 0 അടുക്കുന്നു എന്നാ. ഒരിക്കലും z അല്ല, 0 അല്ല. സോ z tends to 0 means z not equal to 0 ആയ. അപ്പൊ z not equal to 0 ആകുമ്പോൾ f ന്റെ വാല്യൂ എന്തുവാ? ഈ സാധനമാണ്. സോ അപ്പൊ f of z ഇയാളെ എഴുതാവും. സോ ലിമിറ്റ് z tends 0. അപ്പൊ f of z എന്തുവാ? x³ × 1 + i - y³ × 1 - i. ഓക്കെ ആണല്ലോ. x³ × 1 + i. ക്വസ്റ്റ്യൻ അതിൽ മാറ്റമുണ്ടോ? ഡിനോമിനേറ്റർ വല്ലതും ഉണ്ടോ? ക്വസ്റ്റ്യൻ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നേ. ഇയാൾക്ക് ഡിനോമിനേറ്റർ ഉണ്ട്. x² + y². ഓക്കെ, അവിടെ മറന്നു പോയാൽ കിട്ടണം. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ x² + y². ഇയാൾക്ക് ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഇടാൻ മറന്നു പോയാൽ. ഓക്കെ, അപ്പൊ എങ്ങനെ ലിമിറ്റ് കാണുന്നേ? നമുക്ക് z പകരം നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സോ ലിമിറ്റ് z tends 0 പകരം ഇങ്ങനെ എഴുതാം. x, y tends 0, 0. കാരണം z 0 എന്ന് പറഞ്ഞ അർത്ഥം x + i/0 എന്നാണ്. പക്ഷേ z 0 ആണെങ്കിൽ x y 0 ആയിരിക്കും. ശരിയല്ലേ? z 0 മീൻസ് 0 + 0 എന്നാ. കാരണം കോംപ്ലക്സ് നമ്പർ അല്ലേ. അപ്പോൾ 0 + 0 മീൻസ് x 0 y 0. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ z tends 0 ആണെങ്കിൽ എഴുതാം. x, y tends 0, 0. ദാറ്റ് ഈസ് x³ × 1 + i - y³ × 1 - i ഡിവൈഡഡ് ബൈ x² + y². സോ x-ന് വൈക്കും 0 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരും? 0/0 എന്ന് വരും. കൊടുത്തു നോക്കിയാൽ മതി. x-ന് വൈക്കും 0 എടുക്കുക, 0/0 എന്ന് വരും. 0/0 എന്തുവാ? ഇൻഡിറ്റർമിനേറ്റ് ഫോം പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. x-ന് വൈക്കും 0/0 എടുക്കുക. അപ്പം 0/0 എന്ന് വരും. അതെന്താ ഫോമാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പൊ അതിനർത്ഥം എന്തുവാ? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് ഞാൻ അതിന്റെ മീനിങ് എന്തുവാ? അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വേറെ മാർഗം ചെയ്യണം. വേറെ മാർഗം എന്തുവാ? y-ക്ക് mx എന്ന് കൊടുക്കുക. y-ക്ക് mx എന്ന് ചൂസ് ചെയ്യുക. ശരിയല്ലേ? അപ്പൊ ബാക്കി മായ്ക്കുക. y-ക്ക് mx എന്ന് കൊടുക്കുക. സോ പുട്ട് y = mx. y-ക്ക് mx കൊടുക്കുമ്പോൾ അപ്പൊ ലിമിറ്റ് എങ്ങനെ വരും? ദാറ്റ് ഈസ് ലിമിറ്റ് x tends 0 എഴുതിയാൽ മതിയല്ലോ. എന്റെ കാരണം നിങ്ങൾക്ക് അറിയാം. y mx ആണെങ്കിൽ x 0 y 0 ആയിരിക്കും. അല്ലെങ്കിൽ y 0 x 0 ആയിരിക്കും. അപ്പൊ ലിമിറ്റ് x tends 0 എഴുതിയാൽ മതി. എവിടെയൊക്കെ y ഉണ്ട് അവിടെ mx കൊടുക്കുക. അപ്പൊ x³ × 1 + i - y³. y-ക്ക് വരെ എന്ത് കൊടുക്കുക? mx. അപ്പൊ mx ന്റെ ക്യൂബ്
ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സിൻ്റെ സ്ക്വയർ. സോ ലിമിറ്റ് എക്സ് ടെൻഡ് 0 എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് എം എക്സിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എം ക്യൂബ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എം സ്ക്വയർ എക്സ് സ്ക്വയർ. മേലെ താഴെ കോമൺ എടുക്കാം, മേലെ ഒരു എക്സ് ക്യൂബ് കോമൺ എടുക്കാം, താഴെ എക്സ് സ്ക്വയർ കോമൺ എടുക്കാം. ഓക്കെ, വായിക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ് 0 മേളിൽ എക്സ് ക്യൂബ് കോമൺ എടുക്കുമ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് എം ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഇവിടെ താഴെ എക്സ് സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. അപ്പോൾ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ വെട്ടിപ്പോട്ട് ഒരു എക്സ് മേളിൽ അധികം വരും. സോ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ് 0 എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് എം ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ. ഇങ്ങനെ ഒരു ഉത്തരം. ഇനി എന്താ പ്ലേ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് ഉണ്ടെങ്കിലേ കൊടുക്കാവൂ, എക്സ് ഉണ്ടെങ്കിലേ കൊടുക്കാവൂ. എക്സ് ഉണ്ടോ? എക്സ് ഉണ്ടാകുമ്പോൾ എക്സ് എടുപ്പുണ്ട്, ഒരു എക്സ് എടുപ്പുണ്ട്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇത്ര സാധനം ആയിപ്പോ ഉത്തരം 0 എന്ന് വരും. കണ്ടോ? അപ്പോൾ ലിമിറ്റ് എന്താ കിട്ടി? 0 കിട്ടി. അപ്പോൾ ലിമിറ്റ് z ടൈംസ് 0 എഫ് ഓഫ് z എന്താ കിട്ടി? 0 കിട്ടി. നമ്മൾ ഈ ലിമിറ്റല്ലേ തുടക്കം നോക്ക്. നമ്മൾ ഈ ലിമിറ്റിലെ കണ്ടുപിടിച്ചേ, നമ്മൾ ഈ ലിമിറ്റിൽ ഇങ്ങനെ ചെയ്ത് വന്നേ. അപ്പോൾ ലിമിറ്റ് എന്താ കിട്ടി? 0 കിട്ടി. ഇവിടെ എക്സ് ഉണ്ടാകണ്ട, എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇത്ര സാധനം 0 ആയിപ്പോയി. അപ്പോൾ ലിമിറ്റ് എന്താ കിട്ടി? 0 കിട്ടി. ലിമിറ്റ് എന്താ കിട്ടി? 0 കിട്ടി. എഫ് ഓഫ് 0 എന്തോ 0 എഫ് ഓഫ് 0 തുടക്കം എഴുതി. അപ്പോൾ ലിമിറ്റിന്റെ വാല്യൂവും എഫ് ഓഫിന്റെ വാല്യൂ സെയിം ആയി. അപ്പോൾ എടുത്ത് എഴുതാം ലിമിറ്റ് z ടൈംസ് 0 എഫ് ഓഫ് z ഈസ് ഈക്വൽ എഫ് ഓഫ് 0. രണ്ടും ഈക്വൽ ആയാൽ കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഓഫ് 0 ഈസ് കണ്ടിന്യൂസ്. ഇയാളെന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിച്ചു. അടുത്ത നമ്മൾ കളിക്കാൻ പോകുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്ത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന? കോഷി-റീമൻ ഇക്വേഷൻ. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കളിക്കണം. കോഷി-റീമൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാതെ എന്ത് തോന്നുന്നു? ഡോ യു ബൈ ഡോ എക്സ് ശരിയല്ലേ? എന്തോ കോഷി-റീമൻ ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ ആവണം. അതുപോലെ ഡോ വി ബൈ അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആയിരിക്കണം. ഇതല്ലേ കോഷി-റീമൻ ഇക്വേഷൻ ശരിയല്ലേ? ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈ ആവണം. ഡോ വി ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ആവണം. ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആവണം. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? കോഷി-റീമൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ട് സെയിം ആവണം. ഡോ വി ബൈ ഡോ വൈ എക്സിന്റെ മൈനസിനോട് സെയിം ആവണം. ഈ രണ്ട് ഇക്വേഷൻ പറഞ്ഞാൽ കോഷി-റീമൻ ഇക്വേഷൻ, CR ഇക്വേഷൻ എന്ന് പറയും. കോഷി-റീമൻ ഇക്വേഷൻ അല്ലെങ്കിൽ CR ഇക്വേഷൻ. അപ്പോൾ അടുത്ത നമ്മൾ കളിക്കുന്നത് കോഷി-റീമൻ ഈ ഫംഗ്ഷൻ കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് തെളിയിക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്ത് തെളിയിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുകയും ചോദിക്കാം. അപ്പോൾ എല്ലാം ചെയ്യുന്ന ഒരുപോലെ തന്നെ കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ നോക്കണം. അപ്പോൾ ഇത് കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യുവും വിയും വേണം. എന്താ വേണം? യുവും വിയും. നമ്മുടെ കയ്യിൽ യുവും വേണം, വിയും വേണം. ഓക്കെ, സോ നമുക്ക് യുവും വി എടുത്തെടുക്കാം. നമുക്ക് നമ്മുടെ എഫ് ഓഫ് ഉണ്ടല്ലോ, എഫ് ഓഫ് z എന്ന് പറയുന്നത് ഇതല്ലേ? എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമുക്ക് ഇതിനെ എ പ്ലസ് ഐ വി ഫോമിലാക്കാം, അല്ലെങ്കിൽ യു പ്ലസ് ഐ വി ഫോമിലാക്കാം. നിങ്ങൾക്ക് അറിയാം, ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ റിയൽ പാർട്ടി ബന്ധപ്പെട്ട് എഴുതാൻ അറിയാമല്ലോ, യു ബി എഴുതാൻ അറിയാം. ഇത് 0 പരിഗണിക്കാം, 0 എടുക്കണ്ട, 0 പരിഗണിക്കണം. കാരണം അത് 0 അല്ലേ? അവിടെ യുവിന്റെ ബിയുടെ ആവശ്യമില്ല. കാരണം അവിടെ ഈ 0യുടെ കേസിൽ യു ബി എന്തുമായിരിക്കും? 0 എന്ന് അർത്ഥം എന്തുവാ? 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 0 അല്ലേ? അപ്പൊ യുവും ബിയും 0 എന്നായിരിക്കും. യുവും 0 ആയിരിക്കും, ബിയും 0 ആയിരിക്കും. യുവും ബിയും 0 ആണെങ്കിൽ ഡെറിവേറ്റീവ്സ് 0 ആയിരിക്കും. അപ്പൊ എന്തുമായാലും കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഈ 0യുടെ കേസിൽ കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്കറിയേണ്ടത്, അതായത് നിങ്ങൾ എഫ് ഓഫ് z 0 എടുക്കുവാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് z രണ്ട് വിലയുണ്ട്. ഈ വിലയുണ്ട്. അപ്പൊ എഫ് ഓഫ് z 0 എടുക്കുവാണെങ്കിൽ കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ ആണല്ലോ? നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറ്റേയാണ് ഈ ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. ഇത് കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എപ്പോഴും. ഇത് ഞാൻ യു പ്ലസ് ഐ ഫോമിലാക്കണം. ഓക്കെ, നമുക്ക് എ പ്ലസ് ഐ ഫോമിലാക്കാം. അതിന് നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. അപ്പം എക്സ് ക്യൂബ് ഇൻറ്റു 1 എക്സ് ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഐ ഇല്ലാത്ത ഒരുമിച്ച് എഴുതാം. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് പ്ലസ് ഐ എക്സ് ക്യൂബ് പ്ലസ് ഐ വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്, നമുക്ക് ഐ കോമൺ എടുക്കാം, പ്ലസ് ഐ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സ്പ്ലിറ്റ് ചെയ്യാം, ഈ ഐ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ആണ് ഇങ്ങനെ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വെച്ചാൽ
ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഡിനോമിനേറ്റർ രണ്ടുപേർക്കുള്ളതാണ്. കണ്ടോ? പേര് ഫോമിലായി യു പ്ലസ് ഐ വി ഫോമിലായില്ലേ? അപ്പൊ ആരാ യു? ഇതാണ് യു, ഇതാണ് ബി. ഓക്കെ ആണല്ലോ? ഇപ്പൊ എടുത്തതാവല്ലോ യു ആരാ? ഇങ്ങോട്ട് എടുത്തിരുവാണ്. യു എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ബി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പൊ യു ബി കിട്ടി, റിയൽ പാർട്ട് മൾട്ടിപ്പിൾ പാർട്ട് കിട്ടി. യു ബി കിട്ടി കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് കൊണ്ട് മതിയല്ലോ. ഇത് പലതും ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഡോ യു ബൈ ഡോ എക്സ് ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ ചെയ്യാം, സാധാരണ ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞ എളുപ്പം ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, അതായിരിക്കും എളുപ്പം. കാരണം കോഷ്യർമ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവിടെ ഒറിജിനൽ അല്ലേ? കോഷ്യർമ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചോദിച്ചേക്കുന്നത് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ സാറ്റിസ്ഫൈ ചെയ്തല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പൊ നല്ലത് ഞാൻ പറഞ്ഞത് ആ ഒറിജിനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോയി ബൈ ഈ ടൈപ്പ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഒറിജിനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഡെറിവേറ്റീവ് ഡെഫിനിഷൻ തരുന്നല്ലോ. ഈ ഡോയി ബൈ ഡോ എക്സിന്റെ ഡോയി ബൈ ഡോയുടെ ഒക്കെ ഡെഫിനിഷൻ തന്നില്ലേ? ആ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതി. അതായിരിക്കും എളുപ്പം. അതാണ് എളുപ്പം. മറ്റേനൊക്കെ എളുപ്പം അതാണ്. സാധാ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ ഈ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ സാധാ ഡിഫറൻഷിയേഷൻ ഒക്കെ എളുപ്പമാണ്. അതും പ്രത്യേകിച്ച് ഒറിജിനൽ ചെക്ക് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്, ഒറിജിനൽ. സോ അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ക്വസ്റ്റിനകത്ത് കോഷ്യർമ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചോദിച്ചിട്ടുണ്ട്. അത് എവിടെ ഒറിജിനലാണ് ചോദിച്ചേക്കുന്നത്. കോഷ്യർമ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചോദിച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ ആ ഡെറിവേറ്റീവ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ നല്ലത്. അല്ലാതെ ചെക്ക് ചെയ്യാം, അല്ലാതെ ചെക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ചെക്ക് ചെയ്യാം, അതിനൊക്കെ എളുപ്പം ഇതായിരിക്കും ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അല്ലാതെ ഡെറിവേറ്റീവ് ഡെഫിനിഷൻ ഉപയോഗിക്കാതെ സാധാരണ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യത്തില്ലേ, അങ്ങനെയും ചെക്ക് ചെയ്യാം. ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈ ഒക്കെ അല്ല ഡെറിവേറ്റീവ് വഴി കണ്ടുപിടിക്കാം. പക്ഷെ അതിനൊക്കെ എളുപ്പം ഈ ഡെഫിനിഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എന്താ യു ബി കിട്ടിയല്ലോ. ഓക്കെ, എങ്ങനെയാണെങ്കിലും യു ബി വേണം, അത് വേറെ കാര്യം. പിന്നെ യു ബിയും പിന്നെ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് അതിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡോ യു ബൈ അതിന് ഞാൻ വേറെ പറയാം. അതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യം എഴുതി വെക്കാം. വേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾ മനസ്സിലായിക്കോണം ഇത് എന്തോ കേട്ടോ. ഈ ഇസഡ് 0 ആകുമ്പം എഫ് ഓഫ് എസിന്റെ വില എന്തുവാ? എഫ് ഓഫ് എസിന്റെ വില 0. ഇസഡ് 0 ആകുമ്പം എഫ് ഓഫ് എസിന്റെ വില 0 ആണോ? ആണ്. ഞാൻ പറഞ്ഞ കാര്യം നല്ലപോലെ മനസ്സിലായിക്കോണം. ഇസഡ് 0 മീൻസ് ഇസഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ അല്ലേ? അപ്പൊ ഇസഡ് 0 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എക്സ് പ്ലസ് ഐ വൈ 0 ആവുക. എക്സ് പ്ലസ് ഐ വൈ 0 എന്ന് പറഞ്ഞ അർത്ഥം എക്സും 0 ആണ്, വൈയും 0 ആണ്. കാരണം 0 പ്ലസ് 0 ആയി, അതിനാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഇസഡ് 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എക്സും 0 ആണ്, വൈയും 0 ആണ്. ആയിട്ട് കിട്ടിയോ? എക്സും 0 ആണ്, വൈയും 0 ആണ്. എഫ് ഓഫ് സെഡ് 0 പറഞ്ഞാലോ, നമ്മൾ സാധാരണ എഫ് ഓഫ് സെഡിനെ നമ്മൾ യു പ്ലസ് ഐ വി എഴുതുന്നത്. നമ്മൾ സാധാരണ എഫ് ഓഫ് സെഡിനെ യു പ്ലസ് ഐ വി എഴുതുന്നത്. തുടക്കം പോലെ അങ്ങനെയാണല്ലോ, പറഞ്ഞേണ്ട കാര്യമില്ല. എഫ് ഓഫ് സെഡിനെ യു പ്ലസ് ഐ വി എഴുതുന്നത്. ആ എഫ് ഓഫ് സെഡ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം യു പ്ലസ് ഐ വി 0 ആണെന്നല്ലേ? യു പ്ലസ് ഐ വി 0 ആണെങ്കിൽ യുവും ബിയും 0 ആണ്. കാരണം 0 പ്ലസ് 0 ആയാൽ മാത്രമേ നമുക്ക് 0 പറയാൻ പറ്റത്തുള്ളൂ. സോ അതിന്റെ അർത്ഥം എഫ് ഓഫ് സെഡ് 0 ആണെങ്കിൽ അർത്ഥം എന്തുവാ? യുവും 0 ആയിരിക്കും, ബിയും 0 ആയിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എക്സും വൈയും 0 ആകുമ്പോൾ യുവിന്റെ വിലയും 0 ആയിരിക്കും, ബിയുടെ വിലയും 0 ആയിരിക്കും. നമ്മളെപ്പോഴും യു പറയുന്നത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണേ, ഇത് മനസ്സിലായല്ലോ. എക്സും വൈയും 0 ആകുമ്പോൾ യുവും ബിയും 0 ആയും. ഇത് എവിടെ കിട്ടിയതാ? നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടിയതാ. ക്വസ്റ്റ്യൻ ഈ സാധനത്തിൽ കിട്ടുന്ന കാര്യമായി പറയുന്നത്. അതായത് ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് 0 ആയിരിക്കും. അവിടുന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെയാണ് ഈ പറഞ്ഞത്. ഇസഡ് 0 ആകുമ്പോൾ എക്സും വൈയും 0 ആയിരിക്കും. എഫ് ഓഫ് സെഡ് 0 ആകുമ്പോൾ യുവും ബിയും 0 ആയിരിക്കും. ചേർത്ത് പറയാൻ പറ്റുമോ? അപ്പം ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് 0 ആയിരിക്കും. അതായത് എക്സും വൈയും 0 ആകുമ്പോൾ യുവും ബിയും 0 ആയിരിക്കും. അതായത് കാര്യം എക്സും വൈയും 0 ആകുമ്പോൾ യുവും ബിയും 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പം എക്സും വൈയും 0 ആകുമ്പോൾ യുവും ബി എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ യു പറയുന്നത് ഇപ്പോൾ യു ഓഫ് എക്സ് കോമ വൈ എന്നാ. നമ്മൾ യുവിനെ എപ്പോഴും ഇടുന്ന യു ഓഫ് എക്സ് കോമ വൈ എന്നാ. അപ്പം എക്സും വൈയും 0 ആകുമ്പോൾ യുവിന്റെ വില 0. ഇതിന് എങ്ങനെയാ? യു ഓഫ് 0 0 അത് 0 ആയിരിക്കും കേട്ടോ. അതായത് മീനിങ്. അതായത് എക്സും വൈയും 0 ആകുമ്പോൾ
നമ്മളെപ്പോഴും യു ഓഫ് എക്സ് കോമ വൈ എന്നായിരുന്നു, കാരണം യുവിനകത്ത് എക്സ് ഉണ്ട് വൈ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഒക്കെ കണ്ടുപിടിച്ച യുവും വി നോക്കിയാൽ മതി. നമ്മൾ റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി ഒക്കെ എഴുതാൻ പഠിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ഇരുന്ന റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി നോക്കിയാൽ മതി. നിങ്ങൾ ഇരുന്ന യുവും വിയും നോക്കിയാൽ മതി. യുവിനകത്തും വിക്ക് ആരൊക്കെ ഉണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്. യുവിനകത്തും വിക്കകത്ത് എക്സ് എന്ന് പറഞ്ഞ അക്ഷരമുണ്ട്, വൈ എന്ന് പറഞ്ഞ അക്ഷരമുണ്ട്. അപ്പോൾ നമ്മൾ യു വി ഒക്കെ എഴുതുന്നത് എപ്പോഴും യു ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ വി ഓഫ് എക്സ് വൈ എന്നൊക്കെ നമ്മൾ സാധനം എഴുതുന്നത്. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി യു എന്ന് എഴുതുന്നതാണ്. അപ്പൊ യു ഓഫ് എക്സ് വൈ സാധനം എഴുതുന്നത്. അപ്പം എക്സും വൈയും 0 ആകുമ്പോൾ യുവിന്റെ വില 0. അത് എഴുതുന്നത് എങ്ങനെ? യു ഓഫ് 0 0 0. അതുപോലെ എക്സും വൈയും 0 ആകുമ്പോൾ വിയുടെ വില 0 എഴുതുന്നത് എങ്ങനെ? വി ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇതൊക്കെ എവിടെ കിട്ടുന്ന? ഇതൊക്കെ നാല് ചോദിക്കണം. ഈ രണ്ട് കാര്യം കിട്ടുന്ന എവിടുന്ന? ഇവിടുന്ന. സോ മീനിങ് ഇതാ, ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് 0 ആണ്. അതിന്റെ അർത്ഥം എഫ് ഓഫ് സെഡിന്റെ റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി 0 ആയിരിക്കുന്ന എപ്പം ഇസഡ് 0 ആകുമ്പോൾ. ഇസഡ് 0 മീൻസ് എക്സും വൈയും 0 ആകുമ്പോൾ. കണക്ട് പഠിച്ചോണം. ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസഡ് 0 ആണെന്ന്. അതിന്റെ അർത്ഥം ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, അതായത് യുവും വിയും 0 ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ പഠിക്കുന്ന കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പറിനകത്ത് 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 0 പ്ലസ് i × 0 എന്നാണ്. മനസ്സിലായോ? അപ്പം ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസഡ് 0 ആണെന്ന് പറഞ്ഞ അർത്ഥം എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ എന്ന് എഴുതുന്നത്. അപ്പൊ എഫ് ഓഫ് ഇസഡ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം യു പ്ലസ് ഐ 0 ആണ്. അപ്പൊ യുവും 0 ആയിരിക്കും, വിയും 0 ആയിരിക്കും. എപ്പം ഇസഡ് 0 ആകുമ്പോൾ. ഇസഡ് 0 അതിന്റെ അർത്ഥം എന്തുവാ? ഇസഡ് മീൻസ് എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ എക്സും വൈ 0 ആണെന്നില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എക്സും വൈ 0 ആകുമ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി ആയ യുവും വിയും 0 ആയിരിക്കും. അതായത് ലോജിക്ക്. സോ എക്സും വൈയും 0 ആകുമ്പോൾ യുവും വിയും 0 ആയിരിക്കും. അത് ചുരുക്കി എഴുതുന്ന രീതിയാണിത്. യു ഓഫ് 0 0 = 0. ഇതിന്റെ അർത്ഥം എന്തുവാ? എക്സും വൈയും കണ്ടോ, ഇത് എക്സ് ഇത് വൈ. എക്സും വൈയും 0 ആകുമ്പോൾ യുവിന്റെ വില 0 ആയിരിക്കും. എക്സും വൈയും 0 ആകുമ്പോൾ വിയുടെ വില 0 ആയിരിക്കും. ഇതൊക്കെ എവിടെ കിട്ടുന്നതാ? ക്വസ്റ്റ്യൻ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചോണം. അപ്പൊ ഇങ്ങോട്ട് എഴുതുന്നത്, അതായത് യു ഓഫ് 0 0 0 ആയിരിക്കും, വി ഓഫ് 0 0 0 ആയിരിക്കും. ഇതൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമുക്ക് എഴുതി വെക്കാം. ഇവിടെ പറയുന്നുണ്ട്. So given that u of 0, 0, 0 and v of 0, 0, 0. Given that means question ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ question ഉണ്ടോ? ഇല്ല, പക്ഷെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന കാര്യം പറഞ്ഞു. സോ അതാ ഇപ്പൊ പറഞ്ഞു, ഈ എഴുതുന്നതിന് പോലും മീനിങ് ഉണ്ടെന്നുള്ളതാ. ഈ എഴുതിയിരിക്കുന്ന ഞാൻ ഈ വട്ടത്തിട്ടേക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ ഇത് രണ്ടും എഴുതിയത്. അപ്പൊ അതിന് പോലും മീനിങ് ഉണ്ടെന്നുള്ളതാ. Okay. So given that u of 0 0 0, v of 0 0 0. Okay നല്ലത്. ഓക്കെ, നമുക്ക് എന്താണ് ഡോ യു ബൈ ഡോ എക്സ് ആണ് അറ്റ് ഒറിജിൻ. നോക്കണം, ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ ദാറ്റ് ഈസ് 0 0. ഡെഫിനിഷൻ എന്തുവാ? നേരത്തെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ യു ഓഫ് h, 0 മൈനസ് യു ഓഫ് 0, 0 ഡിവൈഡഡ് ബൈ h അല്ലേ? which is equal to ലിമിറ്റ് ഉണ്ട് ലിമിറ്റ് h → 0 u of h, 0 minus u of 0, 0 by h, which is equal to limit h → 0 u of h, 0 u of h, 0. So u വിനകത്ത് x ന് h ഉം y ക്ക് 0 കൊടുക്കുക. എന്ത് u? ഇതാണ് u. ഞാൻ ഈ u എഴുതിയിരിക്കുന്നതാണ് u of x y. കണ്ടോ, v എഴുതിയിരിക്കുന്നത് ശരിക്കും v of x y ആണ്. നമ്മളെപ്പോഴും അങ്ങനെ എഴുതുന്നത്, നമ്മൾ എഴുതാറില്ലെങ്കിലും. അപ്പം u of h, 0 നിങ്ങളുടെ യുവിനകത്ത് എക്സിന് എച്ചും വൈക്ക് 0യും. ഓക്കെ, നിങ്ങളുടെ യുവിനകത്ത് എക്സിന് എച്ചും വൈക്ക് 0 കൊടുക്കുക. ഒന്ന് കൊടുത്തേ യുവിനകത്ത്. അതാണ് യു ഓഫ് h, 0. ഇവിടെ എഴുതാൻ സ്ഥലം എടുത്തോണ്ടാ. യു ഓഫ് h, 0 മീൻസ് എക്സിന് h വൈക്ക് 0. ഇവിടെ നിങ്ങളുടെ യുവിൽ കൊടുക്കുക. യുവിനകത്ത് കൊടുക്കുമ്പോൾ എന്താ വരും? h³ മൈനസ് 0³ അത് എഴുതാറില്ലല്ലോ. അപ്പൊ h³ ബൈ h² എന്ന് വരും. എക്സിന് u of h, 0 ആണ്. അതായത് നിങ്ങളുടെ യുവിനകത്ത് എക്സിന് h വൈക്ക് 0. അപ്പൊ h³ ബൈ h എന്ന് വരും. h³ ബൈ h² എന്ന് വരും. മൈനസ് u of 0 0. u of 0 0 ഉണ്ട്, 0 ആണ്. 0 ബൈ h. ദാറ്റ് ഈസ് വെട്ടി ഒരച്ച് മേളിൽ വരും. ദാറ്റ് ഈസ് ലിമിറ്റ് h → 0 h ബൈ h എന്ന് വരും. ദാറ്റ് ഈസ് h ബൈ h എത്ര 1. അപ്പൊ ലിമിറ്റ് h → 0 1 എന്ന് വരും. സോ ഒരു കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് ആ കോൺസ്റ്റന്റ്. അപ്പൊ ലിമിറ്റ് h → 0 1 എന്ന് പറയുന്ന ഉത്തരം 1 ആണ്. അവിടെ h ലല്ല കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഉത്തരം ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ 1 കിട്ടി. സോ എഴുതി വെക്കുക, ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ 1 കിട്ടി. നമ്മൾ ചെയ്യുന്നല്ല ഒറിജിന്റെ. ഓക്കെ, അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ 1 കിട്ടി.
ഓക്കെ, ഇപ്പൊ ഡോയി ബൈ ഡോ എക്സ് വെച്ചിട്ട് പണം കിട്ടി. ഇതുപോലെ നമുക്ക് ഡോയി ബൈ ഡോ വൈ കാണണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് മാച്ച് ചെയ്തേ ഉള്ളൂ, നിങ്ങൾ തനിച്ച് കാണും. നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക, എഴുതി വെക്കുക. അടുത്ത ഞാൻ പറയത്തുള്ളൂ ഡോയി ബൈ ഡോ വൈ. ഡോയി ബൈ ഡോ വൈ വൈ ആകുമ്പോൾ ഈ ഇത് സെയിം തന്നെ, ലിമിറ്റ് എച്ച് 0 യു ഓഫ് എച്ച് കോമ 0 ഉള്ള എന്താവും, യു ഓഫ് 0 കോമ എച്ച് എന്നാവും. നോക്കിയാൽ മതി. സോ അങ്ങനെ വരുമ്പം ഇവിടെ എന്താ വരും, യു ഓഫ് 0 കോമ എച്ച്. കേട്ടോ, യു ഓഫ് 0 കോമ എച്ച്. അർത്ഥം എന്തുവാ, എക്സിന് 0 വൈക്ക് എച്ച്. നിങ്ങളുടെ യുവിനകത്ത് എക്സിന് 0 വൈക്ക് എച്ച്, എക്സിന് 0 വൈക്ക് എച്ച്. അപ്പൊ മൈനസ് എച്ച് ക്യൂബ് വരും ഇല്ലേ, മൈനസ് എച്ച് ക്യൂബ് ബൈ എച്ച് സ്ക്വയർ എന്ന് വരും. മൈനസ് യു ഓഫ് 0 0 0 ബൈ എച്ച് എന്ന് വരും. വെട്ടിപ്പോയിട്ട് മൈനസ് എച്ച് ബൈ എച്ച് എന്ന് വരും. ഇപ്പൊ നമുക്ക് ഡോയി ബൈ ഡോ വൈ കിട്ടി. ഓക്കെ, ഒന്നുമില്ല. ലിമിറ്റ് എച്ച് 0 മൈനസ് എച്ച് ബൈ എച്ച്, എച്ച് വെട്ടി പോകുമ്പോൾ -1 എന്ന് വരും. സോ ലിമിറ്റ് എച്ച് 0 -1. ഇവിടെ എച്ച് ഒന്നുമില്ലല്ലോ ലിമിറ്റ് കൊടുക്കാൻ. സോ ലിമിറ്റ് കോൺസ്റ്റന്റ്. സോ -1 കിട്ടും. അപ്പൊ നമുക്ക് ഡോയി ബൈ ഡോ വൈ -1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഡോയി ബൈ ഡോ എക്സ് ഡോയി ബൈ ഡോ വൈയും കിട്ടി. അടുത്ത നമുക്ക് ബിയുടെ ചെയ്യാം. ബിയുടെ ഞാൻ വായിച്ച് ചെയ്യുക. ഇത്ര കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്ത നിങ്ങൾ എഴുതിക്കണം ബി വെച്ചുള്ളത്. അപ്പൊ ചെയ്യാൻ പോകുന്നത് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, ഡോ വി ബൈ ഡോ എക്സ്. അപ്പം ഇതങ്ങ് ബി ആക്കിയാൽ മതി. ബി ഓഫ് എച്ച് കോമ 0 ആയിരിക്കുമല്ലോ, മൈനസ് ഡി ഓഫ് 0 0 ബൈ എച്ച്. തനിയെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ബി ഓഫ് എച്ച് കോമ 0, ബി ഓഫ് എച്ച് കോമ 0 മീൻസ് ബിക്കകത്തോട്ട് നിങ്ങൾ ബിക്കകത്ത് എക്സിന് എച്ചും വൈക്ക് 0 കൊടുക്കുക. സിമ്പിൾ കാര്യമാണ്. ഈ നിങ്ങളുടെ ബിക്കകത്തോട്ട് എക്സിന് എച്ചും വൈക്ക് 0 കൊടുക്കുക. കൊടുക്കുമ്പോൾ എന്താ വരും, എച്ച് ക്യൂബ് പ്ലസ് 0 ക്യൂബ് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ എച്ച് ക്യൂബ് ബൈ എച്ച് സ്ക്വയർ എന്ന് വരും. പിന്നെ ഡിവൈഡ് ബൈ എച്ച് ഉണ്ട്. അപ്പൊ അത് എച്ച് ബൈ എച്ച് 1 എന്ന് കിട്ടും. ഉത്തരം 1 എന്ന് കിട്ടും. സോ ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് 1 എന്ന് കിട്ടും. സോ ഡോ വി ബൈ ഡോ എക്സ് 1 എന്ന് കിട്ടി. കണ്ടോ, ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, ഓക്കെ. അടുത്ത നമുക്ക് ഡോ വി ബൈ ഡോ വൈ. ഞാൻ മാച്ച് ചെയ്യുക, നിങ്ങൾ അടുത്ത ഇതിൽ ചെയ്യണം. ഞാൻ മാച്ച് ചെയ്യുന്നത് എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. നിങ്ങൾ അടുത്ത ഇതായിട്ട് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്ത എഴുതുക ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഇവിടെ ബി ഓഫ് 0 കോമ എച്ച് ആയിരിക്കുമല്ലോ, വൈ വരുമ്പോൾ 0 കോമ എച്ച്, ബാക്കി സെയിം തന്നെ. അപ്പോൾ ഇവിടെ വരുമ്പോഴും സെയിം തന്നെ വരും. അതായത് നിങ്ങളുടെ ബി ഓഫ് എക്സ് എക്സിന് 0, നിങ്ങളുടെ ബിക്കകത്ത് എക്സിന് 0 വൈക്ക് എച്ച്, എക്സിന് 0 വൈക്ക് എച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ എച്ച് ക്യൂബ് എച്ച് സ്ക്വയർ തന്നെ വരും. ഉത്തരം 1 തന്നെ സെയിം തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. അപ്പോൾ ഡോ വി ബൈ ഡോ വൈ 1 എന്ന് കിട്ടും. ഡോ വി ബൈ ഡോ വൈ 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അത്രയും വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രസിദ്ധ തരുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ട 4 ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഈ ക്രമം നോക്കിയാൽ മതി. കോശലും ഇക്വേഷൻ പറയുന്ന പോലെ ഒക്കെ സാധിച്ചു നോക്കാം. കോശലും ഇക്വേഷൻ ഫസ്റ്റ് പറഞ്ഞത് എന്തുവാ, നിങ്ങൾ ഡോയി ബൈ ഡോ എക്സും ഡോയി ബൈ ഡോയും ഈക്വൽ ആണെന്ന്. എന്താ ഡോയി ബൈ ഡോ എക്സ് കിട്ടിയത്, ഡോയി ബൈ ഡോ എക്സ് കിട്ടിയത് 1 എന്നാ, ഡോവി ബൈ ഡോ വൈ കിട്ടിയത് 1 എന്നാ. സെയിമാ കണ്ടോ, ഡോവി ബൈ ഡോ എക്സ്, ഡോയി ബൈ ഡോ എക്സും ഡോവി ബൈ ഡോ വൈ, ഡോയി ബൈ ഡോ എക്സും ഡോവി ബൈ ഡോ വൈയും സെയിമാ. നമുക്ക് പറയാൻ പറ്റി ഡോയി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ഡോവി ബൈ ഡോ വൈ സെയിമാ. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, കോഷ്യൻ ഇക്വേഷന്റെ ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ എന്ത് പറയുന്നത്, ഡോയി ബൈ ഡോ വൈ അത് മൈനസ് ഡോവി ബൈ ഡോ എക്സ് ആവണമെന്ന് നമുക്ക് നോക്കാം. ഡോവി ബൈ ഡോ വൈ അല്ല സോറി ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ എന്തുവാ, ഡോ യു ബൈ ഡോ വൈ -1. കണ്ടോ കണ്ടോ, ഡോ യു ബൈ ഡോ വൈ -1, ഡോ യു ബൈ ഡോ വൈ -1, ഡോ വി ബൈ ഡോ എക്സോ അത് വെറും 1. നോക്ക്, അപ്പൊ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ എക്സിന്റെ മൈനസാ. കാരണം ഇയാൾക്ക് മൈനസ് കൊടുത്താൽ ഇയാളാവും സെയിം ആവും, അല്ലെങ്കിൽ ഇതിലും ഒരു മൈനസ് വ്യത്യാസമല്ലേ ഉള്ളൂ. നമുക്ക് എഴുതാം ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ശരിയാ, കാരണം ഇയാൾക്ക് മൈനസ് കൊടുത്താൽ ഇയാളാവും മൈനസ് ഒന്നുണ്ടോ, ഇയാളായി സെയിം ആവും, മൈനസ് സെയിം ആവും. സോ ഇപ്പൊ കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നിങ്ങൾ നോക്കിയാൽ മതി ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇത് എത്ര നോക്കിയാൽ മതി. നിങ്ങളുടെ ഡോ വി ബൈ ഡോ എക്സിനകത്ത് മൈനസ് കൊടുത്താൽ ഡോ യു ബൈ ഡോ വൈ കിട്ടും നോക്കിയാൽ മതി. കിട്ടുമെങ്കിൽ രണ്ടാമത്തെ സാറ്റിസ്ഫൈ. സോ കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ. സോ എഴുതി വെക്കുക, എത്ര എഴുതി വെക്കുക, CR ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ആയി. അവർ പറയുന്ന പോലെ കോഷ്യൻ ഇക്വേഷൻ ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തായിട്ട് പറഞ്ഞ എന്തുവാ, ഒറിജിനല് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ല, എഫ് ഡാഷ് ഓഫ് സീറോ എക്സിസ്റ്റ് ചെയ്തില്ലെന്ന്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സീറോ എക്സിസ്റ്റ് ചെയ്തില്ലെന്ന് അറിയണമെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഡാഷ് ഓഫ് സീറോ എക്സിസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് വായിക്കുക.
നോക്കാം. നമുക്ക് എഫ് ഡാഷ് ഓഫ് സീറോ എക്സിസ്റ്റ് നോക്കാം. നമുക്കറിയാം എന്ത് എഫ് ഡാഷ് ഓഫ് എ ഡെഫിനിഷൻ എന്തുവാ? എഫ് ഡാഷ് ഓഫ് എയുടെ ഡെഫിനിഷൻ ലിമിറ്റ് ഇസഡ് ടൈംസ് ടു എ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് എ ബൈ ഇസഡ് മൈനസ് എ. ശരിയല്ലേ? പഠിപ്പിച്ചായിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് എന്തുവാ? എഫ് ഡാഷ് ഓഫ് സീറോ, എഫ് ഡാഷ് ഓഫ് സീറോ, എഫ് ഡാഷ് ഓഫ് സീറോ അർത്ഥം എന്തുവാ? സീറോയിലുള്ള ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഒറിജിനിലുള്ള ഡെറിവേറ്റീവ്. സീറോ മീൻസ് ഒറിജിനിലുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ല എന്ന്. ഒറിജിനിലുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന്. അതായത് നമ്മൾ ഈ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഉത്തരം കിട്ടത്തില്ല എന്ന്. ഓക്കെ, സോ നമ്മൾ എഫ് ഡാഷ് ഓഫ് സീറോ ആണ്. ഇതാണ് എഫ് ഡാഷ് ഓഫ് എ ഡെഫിനിഷൻ. നമുക്ക് വേണ്ട എഫ് ഡാഷ് ഓഫ് സീറോ. എഫ് ഡാഷ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടൈംസ് സീറോ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് സീറോ ബൈ ഇസഡ് മൈനസ് സീറോ, ദാറ്റ് ഈസ് ഇസഡ്. കണ്ടുപിടിക്കാം. എഫ് ഓഫ് ഇസഡ് വേറുണ്ട്, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടൈംസ് സീറോ എഫ് ഓഫ് ഇസഡ് അതാണല്ലോ എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എഫ് ഓഫ് ഇസഡ്. ഈ എഫ് ഓഫ് ഇസഡിന്റെ ഓർത്തോണം, ഈ എഫ് ഓഫ് ഇസഡിന്റെ വാല്യൂ ആണ് എഴുതിയത്. ഓക്കെ, മൈനസ് ഈ മൈനസ് എഫ് ഓഫ് സീറോ എന്തുവാ? സീറോ. തുറക്കേ പറഞ്ഞായിരുന്നു എഫ് ഓഫ് സീറോ ഹോൾ ഡിവൈഡ് ബൈ ഇസഡ്. കണ്ടോ? ഓക്കെ ആയല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടൈംസ് സീറോ എഴുതാൻ കഴിയില്ലല്ലോ. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതേ ഡിവൈഡഡ് ബൈ ഇസഡ്. ഇസഡ് നമുക്ക് ഇസഡ് ബൈ 1 എഴുതാം. സോ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇസഡ് എന്ന് താഴെ വരും. ഈ ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ. അപ്പോൾ എന്തോ ഇസഡ് ഇവിടെ അടുത്തല്ലേ ഉള്ളൂ. സോ ഇവിടെ വൃത്തികത്ത് എഴുതുക. ഇത്രയും വൃത്തികത്ത് എഴുതുക. മനസ്സിലാക്കി എഴുതുക. സംശയം ചോദിക്കുക. ഈ ആൾക്കാർ വില കൊടുക്കുക. ഇപ്പൊ ഇവിടെ എഫ് ഓഫ് ഇസഡിന്റെ വിലയാണ് ഞാനിത് ഇത്രയും മൈനസ് എഫ് ഓഫ് സീറോയുടെ വിലയാണ് ഇത് സീറോ ബൈ ഇസഡ്. അതാ ബൈ ഇസഡ്. കണ്ടോ? തിരിഞ്ഞു വരുന്നത് കുറെ ഫ്രാക്ഷനെ കിടക്കുന്ന അവിടെ ഡൗട്ട് വരും. എഫ് ഡാഷ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടൈംസ് സീറോ. അപ്പൊ ഒരു ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ ആകുമ്പോൾ എന്തോ ഇസഡ് താഴെ വരത്തില്ലേ? അപ്പൊ ഇങ്ങനെ വരും എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ്. ഓക്കെ ആയല്ലോ. ഓക്കെ, ഇസഡ് നമുക്കറിയാം ഇസഡ് ടൈംസ് സീറോ പലരുടെ കണ്ടിട്ടുണ്ട്. ഇസഡ് ടൈംസ് സീറോ എന്തുവാ? എക്സ് കോമ വൈ ടൈംസ് സീറോ. സോ ലിമിറ്റ് ഇസഡ് ടൈംസ് സീറോയ്ക്ക് നമുക്ക് എന്ത് എഴുതാം? എക്സ് കോമ വൈ ടൈംസ് 0,0. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ്. നമുക്ക് എന്താ എഴുതാം? ഇസഡ് മീൻസ് എക്സ് പ്ലസ് ഐ വൈ. അറിയാമല്ലോ ഇസഡ് എന്തോ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇസഡിന് പകരം ഇസഡ് ടൈംസ് സീറോയ്ക്ക് പകരം എക്സ് കോമ വൈ ടൈംസ് 0 എഴുതുന്നത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഇസഡിന് എക്സ് പ്ലസ് കൊടുക്കുക, എക്സ് പ്ലസ് ഐ വൈ. എക്സിന് വൈക്കും 0 കൊടുത്താൽ കുഴപ്പം എന്തോ? എക്സിന് വൈക്കും 0 കൊടുത്താൽ 0/0 വരും. സോ നിങ്ങൾ എക്സിന് വൈക്കും 0 കൊടുക്കും നോക്കും. ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. സോ ഇത് 0 എന്ന് കിട്ടും. അതെന്തുവാ? ഇൻ ഡിറ്റർമിനേറ്റീവ് ഫോം. ശരിയല്ലേ? ഇൻ ഡിറ്റർമിനേറ്റീവ് ഫോം എന്തോ ചെയ്യണ്ടേ? എന്തോ ചെയ്യുന്നത്? വൈക്ക് mx കൊടുക്കും. സോ ചൂസ് y is equal to mx. വൈക്ക് mx കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ f dash 0 ആണ്. f dash 0 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ലിമിറ്റ് x ടൈംസ് 0 എഴുതിയാൽ മതി. നേരത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ ലിമിറ്റ് x ടൈംസ് 0 y ഉള്ളതല്ല mx കൊടുക്കുക. അന്നേരം x ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ഉള്ളത് mx കൊടുക്കുമല്ലോ. വൈ ഉള്ളതല്ല mx കൊടുക്കണം. അപ്പം വൈ ക്യൂ എന്നുള്ളത് mxന്റെ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് mxന്റെ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ mx. എവിടെയൊക്കെ വൈ ഉണ്ടോ അവിടെ എല്ലാം mx കൊടുക്കുക. സോ അത്രയും വൃത്തിയായിട്ട് തരിക. എവിടെ കഴിയുമ്പോൾ അവിടെ mx കൊടുക്കുക. സോ ബാക്കി
ബാക്കി എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് എം എക്സിൻ്റെ ക്യൂബ് എന്ന് എഴുതാം എം ക്യൂബ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ താഴെ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് ഐ എം എക്സ്. സോ എല്ലാ ബ്രാക്കറ്റിലും എടുക്കാൻ പറ്റുന്ന എക്സുകൾ കോമൺ എടുക്കുക മാക്സിമം. ദാറ്റ് ഈസ് ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 മേളിൽ നിന്ന് എക്സ് ക്യൂബ് കോമൺ എടുക്കാം. അപ്പോൾ എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് എം ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ. സോ ഇങ്ങനെ ഒരു എക്സ് ക്യൂബ് മേളിൽ നിന്ന് എക്സ് ക്യൂബ് കോമൺ എടുക്കുമ്പോൾ താഴെ താഴെ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുക്കാം. മനസ്സിലാകണം ഞാൻ പറയുന്നത് തോന്നുന്നു. ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുക്കാം, ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് എക്സ് കോമൺ എടുക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എക്സ് ക്യൂബ് കോമൺ എടുക്കുന്നത് വെച്ചാൽ ഈ ബ്രാക്കറ്റിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുത്ത് വെളി കളയും. അപ്പോൾ എന്തോ ഒരു എക്സ് സ്ക്വയർ ഉണ്ടെന്നായിരിക്കുമല്ലോ. പിന്നെ ഈ ബ്രാക്കറ്റിൽ നമുക്ക് എക്സ് കോമൺ എടുക്കാം, എക്സ് പ്ലസ് ഐ എം എക്സ്. അപ്പോൾ എക്സ് വരുള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പോൾ എക്സ് ക്യൂബ് ആവുമല്ലോ. അപ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ 1 പ്ലസ് എം സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ 1 പ്ലസ് ഐ എം എന്ന് വരും. സോ എക്സ് ക്യൂബ് വെട്ടിപ്പോയി കണ്ടോ. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 0. ഇനി എന്ത് ചെയ്താൽ മതി? മാക്സിമം എക്സ് ആണ് വെട്ടിപ്പോയി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ മീൻസ് എക്സ് ഉണ്ടെങ്കിൽ എക്സിന് 0 കൊടുക്കുക. അപ്പൊ എക്സ് ലിമിറ്റ് എക്സ് ടൈംസ് 0 അല്ലേ? എക്സ് ഉണ്ടെങ്കിൽ എക്സിന് 0 കൊടുക്കുക. എക്സ് ഉണ്ടോ? ഇല്ല, കാരണം ഉള്ള എക്സ് എല്ലാം വെട്ടിപ്പോയി, എക്സ് ഇല്ല. സോ അപ്പം അകത്തുള്ള എന്താണോ അതായിരിക്കും ഉത്തരം. സോ ദാറ്റ് ഈസ് 1 പ്ലസ് ഐ മൈനസ് എം ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ എം. സോ ഇതാണ് എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് 0ലേക്ക് ലിമിറ്റ് കിട്ടിയത്. എന്റെ ചോദ്യം, ഉത്തരത്തിൽ എം ഉണ്ട്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ ഉത്തരത്തിൽ എം വന്നാൽ നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ ആ ലിമിറ്റിന്റെ ഉത്തരത്തിൽ എം വന്നാൽ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് ടൈം വന്നിട്ടുണ്ട്. ഉത്തരത്തിൽ എം വന്നാൽ ആ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, കാരണം യൂണീക്ക് അല്ല. സോ എം ഈസ് നോട്ട് യൂണീക്ക്. എം യൂണീക്ക് അല്ല. എന്റെ എം ആയിരിക്കും എന്റെ എമ്മിന്റെ വാല്യൂ ഇതിൽ വേറെ എമ്മിന്റെ വാല്യൂ. സോ എം ഈസ് നോട്ട് യൂണീക്ക്. ദർഫോർ ലിമിറ്റ് ഈസ് നോട്ട് യൂണീക്ക്. ലിമിറ്റ് യൂണീക്ക് അല്ല. ദർഫോർ എഫ് ഡാഷ് ഓഫ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് 0 ആണ് വിളിച്ചത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ബാക്കി കൊണ്ട് എഴുതുന്നേ. എഫ് ഡാഷ് ഓഫ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഈ എഫ് ഡാഷ് ഓഫ് 0 അർത്ഥം എന്തുവാ? ഡെറിവേറ്റീവ് അറ്റ് ഒറിജിനുള്ള ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് ഒറിജിനിൽ എക്സിസ്റ്റ് ചെയ്തില്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഹാസ് എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഒറിജിൻ. മനസ്സിലായി? നോട്ട് ഡിഫറൻഷ്യബിൾ അതിനർത്ഥം എന്തുവാ? നോട്ട് അനലിറ്റിക്. അങ്ങനെ എഴുതാം. എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് ഒറിജിൻ. കണ്ടോ? അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം, പറയാൻ പറ്റത്തില്ല എങ്ങനെ ചോദ്യം തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് കോഷി-റീമാൻ ഇക്വേഷൻ പോളാർ കോർഡിനേറ്റ്. നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ പഠിച്ചല്ലോ. നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ പഠിച്ചു. കോഷി-റീമാൻ ഇക്വേഷൻ വെച്ചിട്ട് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിലും ചിക്കാനൊക്കെ പഠിച്ചു. ഇതേ കോഷി-റീമാൻ ഇക്വേഷൻ നമുക്ക് പോളാർ ഫോമിൽ പറയാം. എന്ത് പോളാർ ഫോമിൽ പറയാന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എക്സും വൈയും ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ഇക്വേഷൻസ് പറയുകയും പഠിക്കുകയും ചെയ്യും. അതിനെയൊക്കെ നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവത്തിനകത്ത് എക്സും വൈയും ഉപയോഗിക്കുന്നെങ്കിൽ, ഇപ്പോൾ എന്ത് ഇക്വേഷൻ എഴുതുമ്പോഴും നമ്മൾ എക്സും വൈയും ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയും. ഓക്കെ, ഈ എക്സിന് വൈക്കും പകരം നമ്മൾ ആറും തീറ്റയും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ആ ഫോമിനെ പറഞ്ഞ പേരാണ് പോളാർ സിസ്റ്റം. പോളാർ ഫോം അല്ലെങ്കിൽ പോളാർ സിസ്റ്റം അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ പറയും. നിങ്ങൾ നേരത്തെ ഉള്ള സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ എക്സിനും വൈക്കും പകരം വേരിയബിൾ ആയിട്ട് ആറും തീറ്റയും ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം സിസ്റ്റത്തെ പറഞ്ഞ പേരാണ് പോളാർ സിസ്റ്റം. അപ്പോൾ നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ പഠിച്ചല്ലോ. ഡോ യു ബൈ ഡോ എക്സ് ഇക്വൽ ഡോ വി ബൈ ഡോ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് കോഷി-റീമാൻ ഇക്വേഷൻ പഠിച്ചല്ലോ. 2 ഇക്വേഷൻ ആണല്ലോ കോഷി-റീമാൻ ഇക്വേഷൻ. ആ കോഷി-റീമാൻ ഇക്വേഷൻ നമ്മൾ എക്സിന് വൈയിലോ പറയുന്നത്. ഇപ്പം ഡോ യു ബൈ ഡോ എക്സ് ഇക്വൽ ഡോ വി ബൈ ഡോ വൈ, അവിടെ എക്സും വൈ ഉപയോഗിക്കുന്നത് ഇല്ലയോ? ശരിയാ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച എല്ലാ എക്സും വൈയിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പഠിച്ചത് കോഷി-റീമാൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം. അപ്പം കാർട്ടീഷ്യൻ ഫോം നമ്മൾ പറയാറില്ലെങ്കിൽ പോലും കോഷി-റീമാൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോമാണ് പഠിച്ചത്. ഈ നമ്മൾ പഠിച്ച ആ കോഷി-റീമാൻ ഇക്വേഷൻസ് നമുക്ക് പോളാർ ഫോമിലും പറയാം. ഓക്കെ, അപ്പോൾ പോളാർ ഫോമിൽ പറയുമ്പം നമ്മുടെ ഫംഗ്ഷനും യുവും വി എല്ലാം ആറിൻ്റെയും തീറ്റയുടെയും ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നോക്കി. എഫ് നമ്മൾ സാധാരണ എഫ് ഓഫ് ഇസഡ് എന്നല്ലേ പറയുന്നത്. ഐസഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആർ ഇറേസ് ഐ തീറ്റ. സോ എഫ് ഓഫ് ആർ ഇറേസ് തീറ്റ യു പ്ലസ് ഐ വി. ഇവിടെ ഇരിക്കുന്ന യു ഓഫ് ആർ കോമ തീറ്റ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ആർ കോമ തീറ്റ. അതിനർത്ഥം ഇവിടെ യുവും വിയും സാധാരണ ഫംഗ്ഷൻ ഓഫ് എക്സും വൈ ആയിരിക്കും. പക്ഷേ പോളാർ ഫോം വരുമ്പം യുവും വിയും ഫംഗ്ഷൻ ഓഫ് ആറും തീറ്റ ആയിരിക്കും. യുവിനകത്തും വിക്കതും ആറും തീറ്റ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം യു ഓഫ് അതുകൊണ്ട് അങ്ങനെ എഴുതി. ശരിക്കും യു പ്ലസ് ഐ എന്ന് എഴുതേണ്ടത് ആ യു പ്ലസ് വി
യു പ്ലസ് ഐ വിക്ക് പകരമാണ് യു ഓഫ് ആർ കോമ തീറ്റ ഐ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ആർ കോമ തീറ്റ. ഈ വി ഓഫ് ആർ കോമ തീറ്റ യു ഓഫ് ആർ കോമ അർത്ഥം എന്ന് വെച്ചാൽ യുവിന് പകരമാണ് യു ഓഫ് ആർ കോമ തീറ്റ എഴുതിയിരിക്കുന്നത്. വെച്ചാൽ യുവിനകത്ത് ആറും തീറ്റ ഉണ്ട്, വിക്കകത്ത് ആറും തീറ്റ ഉണ്ട് എന്ന് വെച്ചാൽ യുവും വിയും ഫംഗ്ഷൻ ഓഫ് ആറും തീറ്റ ആയിരിക്കും എന്ന് കാണിക്കാനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ പറഞ്ഞ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ. മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്നല്ലായിരുന്നു. അതിന് തുല്യമായിട്ടുള്ള ഇക്വേഷൻ ആയത് ഡോ യു ബൈ ഡോ ആർ ഉണ്ടോ, യുവിനെ വിത്ത് റെസ്പെക്ട് ടു ആറും ഉണ്ട്. ഡോ യു ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ 1/r ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ ആയിരിക്കും. മനസ്സിലായി? സെക്കൻഡ് ഇക്വേഷൻ ഡോ വി ബൈ ഡോ ആർ. സോ കമ്പയർ ചെയ്ത് നോക്കണം. ഡോ വി ബൈ ഡോ ആർ എന്ന് പറയുന്നത് -1/r ഇൻറ്റു ഡോ യു ബൈ ഡോ തീറ്റ ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷനോട് ചേർന്നാണ് കോഷി റീമാൻ ഇക്വേഷൻ ഇൻ പോളാർ ഫോം. കോഷി റീമാൻ ഇക്വേഷൻ ഇൻ പോളാർ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പോളാർ ഫോമിലുള്ള കോഷി റീമാൻ ഇക്വേഷൻ ചോദിക്കും, അതിനോടൊപ്പം അതിന്റെ പ്രൂഫും ചോദിക്കും. ചിലപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ പറയും, ഇതിന്റെ പ്രൂഫ് നമുക്ക് കാണാം, തെളിയിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ പ്രൂഫ് ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഇതാണ് കോഷി റീമാൻ ഇക്വേഷൻ ഇൻ പോളാർ ഫോം. കോഷി റീമാൻ ഇക്വേഷൻ ഇൻ പോളാർ ഫോം. അപ്പോൾ എന്തോ കോഷി റീമാൻ ഇക്വേഷൻ പോളാർ ഫോം ഇതെന്തുവാ? ഡോ യു ബൈ ഡോ എക്സ് ഇക്വൽ ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. ഇത് കോഷി റീമാൻ ഇക്വേഷൻസ് ഇൻ കാർട്ടീഷ്യൻ ഫോം. ഇത് കോഷി റീമാൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം, അതായത് എക്സും വൈയും വെച്ച് പറയുന്നത്. കോഷി റീമാൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം, അതായത് എക്സും വൈയും വെച്ച് കോഷി റീമാൻ ഇക്വേഷൻ പറയുന്നതാണ് ഇത്. ആറും തീറ്റയും വെച്ച് കോഷി റീമാൻ ഇക്വേഷൻ പറയുന്നതാണ് ഇത്. അതാണ് പോളാർ ഫോം. ഡോ യു ബൈ ഡോ ആർ എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ തുല്യമാണ് ഇത്. മനസ്സിലായോ? ഇത് കാർട്ടീഷ്യൻ ഫോം, ഇത് പോളാർ ഫോം. രണ്ട് വ്യത്യസ്ത ഫോമുകളാണ്. സോ ഡോ യു ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ 1/r ഡോ വി ബൈ ഡോ തീറ്റ ആയിരിക്കും. ഡോ വി ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ -1/r ഡോ വി ബൈ ഡോ തീറ്റ ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻ പറഞ്ഞ പേരാണ് കോഷി റീമാൻ ഇക്വേഷൻസ് ഇൻ പോളാർ ഫോം. നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇതിന്റെ പ്രൂഫ് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, സോ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ വൃത്തിക്കെത്തരുത്. ഓക്കെ, നമുക്ക് അതിന്റെ പ്രൂഫിലോട്ട് പോവാം. പ്രൂഫ് ഒരു ഇൻട്രൊഡക്ഷൻ. ലെറ്റ് ആർ കോമ തീറ്റ പറഞ്ഞല്ലോ, ആറും തീറ്റയാണ്. ആറും തീറ്റയും പറയുന്നതാണ് നമ്മൾ പോളാർ ഫോം എന്ന് പറയുന്നത്. എക്സും വൈയും ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ എഴുതാം. എന്താണ് പോളാർ എന്നൊക്കെ ഉള്ളത്? ലെറ്റ് ആർ കോമ തീറ്റ ബി ദി പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഹൂസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആർ എക്സ് കോമ വൈ. ദെൻ സോ എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ പോളാർ ഫോം ആണ് ഈ പറഞ്ഞ ആർ കോമ തീറ്റ. സോ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇവരുടെ ബന്ധം ഇതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആയിരിക്കും, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് നമ്പർ ഇസഡ് എന്ന് പറയുന്നത് സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഇസഡ് ഈസ് ഈക്വൽ ടു എന്തോ എഴുതാം? എക്സ് പ്ലസ് ഐ എന്നല്ലേ പറയുന്നത്. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ. ഓക്കെ, ഈ ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ ഇതിനെ പറഞ്ഞ പേരാണ്. നമുക്ക് ഇവിടെ 4 കോമൺ എടുക്കാം. ദാറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ കേട്ടോണം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടുണ്ട്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ് നമ്മൾ എന്തോ എഴുതുന്നത്? ഇ റൈസ് ടു ഐ തീറ്റ. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് എഴുതാം? ആർ ഇ റൈസ് ടു ഐ തീറ്റ. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണെങ്കിൽ നമ്മുടെ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വന്നല്ലോ. സോ ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ എന്തായി മാറും? ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എങ്ങനെ മാറും? എഫ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് മാറും. ഓക്കെ, ഇവിടെ അത് പ്രത്യേകത എഴുതാം. ഓക്കെ, വായിക്കുക. ദെൻ ബാക്കി സോ നമുക്ക് കിട്ടിയത് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇ റൈസ് ചെയ്തത് കിട്ടി. സോ വിച്ച് ഇംപ്ലൈസ് നമ്മുടെ എഫ് ഓഫ് ഇസഡ് അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. സോ നൗ ദി കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് വിൽ ബി കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഫംഗ്ഷൻ അതെങ്ങനെയായി മാറും? വിൽ ബി ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഇംപ്ലൈസ് എങ്ങനെയായി മാറും? എഫ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. എഫ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇസഡ് എന്ന് പറഞ്ഞാൽ ആർ ഇ റൈസ് ടു ഐ തീറ്റ. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്നുള്ളത് എന്താവും? എഫ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ് ഇയാൾക്ക് ഒരു ഇമാജിനറി പാർട്ടി കാണത്തില്ല. ലെറ്റ് യു ആൻഡ് വി ബി ദി റിയൽ പാർട്ട് ആൻഡ് the imaginary part of f of r e raised to theta.
വിത്ത് ഫുൾ സ്റ്റോപ്പ് ദാറ്റ് ഈസ് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് ആർ ആൻഡ് തീറ്റ. യുവും വിയും ഫംഗ്ഷൻ ഓഫ് ആറും തീറ്റ. പക്ഷേ യുവിനകത്തും വിക്കകത്തും എക്സും വൈ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ യു എന്ന് പറയുന്നത് ചിലപ്പോൾ ആർ സ്ക്വയർ ആയിരിക്കും. വേണ്ട, യു എന്ന് പറയുന്നത് ചിലപ്പം യു എന്ന് പറയുന്നത് ചിലപ്പം ആർ സ്ക്വയർ കോസ് തീറ്റ ആയിരിക്കും. വി എന്ന് പറഞ്ഞാൽ ചിലപ്പം ആർ സ്ക്വയർ പ്ലസ് തീറ്റ സ്ക്വയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ യുവിനകത്തും വിക്കകത്തും ആറും തീറ്റ മാത്രമേ കാണത്തുള്ളൂ, എക്സും വൈയും കാണത്തില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം എക്സിനും വൈക്ക് നമ്മൾ വില കൊടുത്തു. എക്സ് ഇക്കൽ ആർ കോസ് തീറ്റ, വൈ ഇക്കൽ ആർ സൈൻ തീറ്റ വില കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എക്സും വൈ ഇല്ല. നേരത്തെ കൊടുത്തിട്ടേ കാണിച്ചില്ലേ, എക്സിന് ആർ കോസ് തീറ്റ വൈക്ക് ആർ സൈറ്റ കൊടുത്തില്ലേ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സും വൈ ഇല്ല, മൊത്തം ആറും തീറ്റയായി മാറി. അപ്പം നമ്മൾ യുവിനകത്തും വിക്കകത്തും ആറും തീറ്റ കാണത്തുള്ളൂ, എക്സും വൈയും കാണത്തില്ല. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യു ആൻഡ് വി ആർ ഫംഗ്ഷൻസ് ഓഫ് ആർ ആൻഡ് തീറ്റ. യുവും വിയും ഫംഗ്ഷൻസ് ഓഫ് ആറും തീറ്റ ആയിരിക്കും. ഓക്കെ, that is ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എന്ത് എഴുതാം? എഫ് ഓഫ് ആർ ഇറേസ് റൈറ്റ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? യു പ്ലസ് ഐ വി. നമ്മളിപ്പോഴും എഴുതത്തില്ലേ? കാര്യമൊന്നുമില്ല, നമ്മളിപ്പോഴും എഴുതത്തില്ല. ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ഇല്ലയോ? ഇവിടെ എഫ് ഓഫ് ഇസഡിന് പകരം എഫ് ഓഫ് ആർ ഇറേസ് തീറ്റ ഇസിക്കൽ യു പ്ലസ് ഐ വി. ഇവിടെ യുവും വിയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഇവിടെ യുവും വിയും ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ. ഇവിടെ ആറ് തീറ്റ മാത്രമേ കാണത്തുള്ളൂ, കാരണം എക്സിന് വൈക്ക് വില കൊടുത്തു നമ്മൾ. അപ്പോൾ എക്സിന് വൈക്കും ആർ കോസ് തീറ്റ ആർ തീറ്റ വില കൊടുത്തതുകൊണ്ട് ഈ യുവിനും വിയിലും എക്സും വൈയും കാണത്തില്ല, ആറ് തീറ്റ കാണത്തുള്ളൂ. അതൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, സോ അവിടെ വരെ വൃത്തിക്കെത്തരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ എഫ് ഓഫ് ആർ ഇറേസ് ഐ തീറ്റ ഇസിക്കൽ യു പ്ലസ് ഐ വി. ഞാൻ തിരിച്ചെഴുതുക അതിനെ. ദാറ്റ് ഈസ് യു പ്ലസ് ഐ വി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇറേസ് ടു ഐ തീറ്റ. ഇത് ഞാൻ ശ്രദ്ധിച്ചോണം. കോശിയൻ ഇക്വേഷൻ എന്തോ അറിയാമല്ലോ, അതായത് പോളർ ഫോമിലുള്ള കോശിയൻ ഇക്വേഷൻ എന്തോ അറിയാമല്ലോ, നമ്മൾ എൻ്റെ പ്രൂഫ് എഴുതുമല്ലോ. അപ്പോൾ ആ ഇക്വേഷൻസ് എന്ത് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ആറും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആരെ കൊണ്ട? വിത്ത് റെസ്പെക്ട് ടു ആറും ഉണ്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ആറും ഉണ്ട്. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആറ്. കാരണം ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, ആറും തീറ്റയുണ്ട്. അപ്പോൾ ഞാൻ ആറ് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആറ്. വിത്ത് റെസ്പെക്ട് ടു ആറും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം യുവിന്റെ ഡെറിവേറ്റീവ് വന്നിട്ട് എന്ത് വരും? ഡോ യു ബൈ ഡോ ആർ എന്ന് വരും. അപ്പോൾ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഡോ യു വരുന്നത്? ഡോ യു വരാനുള്ള കാര്യം എന്തുവാ? ഡെറിവേറ്റീവ് മീൻസ് ഡി അല്ലയോ? ഡോ വരാൻ കാര്യം എന്തുവാ? ഇവിടെ രണ്ട് അക്ഷരമുണ്ട്, ആറും ഉണ്ട് തീറ്റയുണ്ട്. ഇപ്പോൾ രണ്ട് അക്ഷരം ഉള്ളപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഡോ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫിനെ കാരണം നമുക്ക് എഫ് ഒന്നും അറിയത്തില്ല. സോ എഫിന്റെ ഡെറിവേറ്റീവ് അറിയാത്ത ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഡാഷ് എന്ന് കിട്ടാൽ മതി. ഇപ്പം എഫിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം എഫിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് എഴുതും? എഫ് ഡാഷ് എന്ന് എഴുതും. സോ എഫ് ഓഫ് ഈ സാധനം ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എഴുതിയാൽ മതി. എഫ് ഡാഷ് ഓഫ് ആ സാധനം ഇൻറ്റു പിന്നെ അകത്തുള്ള ചെയ്യണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം ഇ റൈസ് ടു ഐ ഇപ്പം ഇ റൈസ് ടു എക്സിനെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഇ റൈസ് ടു എക്സിനെ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു പിന്നെ ടു എക്സിനെ ചെയ്തില്ലയോ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സൈൻ ടു എക്സിനെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? സൈൻ ടു എക്സിനെ ചെയ്യുമ്പോൾ കോസ് ടു എക്സ് ഇൻറ്റു ടു എക്സിനെ ചെയ്യണം എന്നല്ലേ പറയുന്നത്? എന്ന് പറയുന്ന പോലെ എഫ് ഓഫിനെ ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് അത് ഇൻറ്റു പിന്നെ അകത്തുള്ള ചെയ്യണം. അകത്തുള്ള ആരാ? ആർ ഇറേസ് ചെയ്തിട്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ആരെ കൊണ്ടാണ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ആർ കൊണ്ടാണ് ചെയ്യുന്നത്. ആർ കൊണ്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ചെയ്തിട്ട് കോൺസ്റ്റന്റ്. അപ്പോൾ ഇ റൈസ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് വെളിയിൽ കളയും. ആറിന് ചെയ്യുമ്പോൾ 1. അത്രയുള്ള കാര്യം. ഓക്കെ, ഇവിടുന്ന് ഞാൻ പറഞ്ഞു വെച്ചോണം, ഇവിടുന്ന് ഈ എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ചെയ്തിട്ട് വില കണ്ടുപിടിക്കുക. ആറ് വില എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ചെയ്തിട്ട് വില. ഓക്കെ, ഇവിടെ നമ്മൾ എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് വില കണ്ടുപിടിക്കുക. ഞാൻ ബോക്സ് ഇട്ടേക്കുന്ന എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റയുടെ വില കണ്ടുപിടിക്കുക. എന്തിനാ മതി? ഈ ഇ റൈസ് ചെയ്തിട്ട് ഇപ്പുറത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. നോക്കണേ, 1 ഇ റൈസ് ഐ തീറ്റ ഈ ഇ റൈസ് ചെയ്തിട്ട് ഇപ്പുറത്ത് പറഞ്ഞു അത്ര ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ. അതാണ് ആറ് വില എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ആ ഇക്വേഷൻ നമ്മൾ വിട്ടേക്കാം. തിരിച്ചെടുക്കാൻ പോവാം. ഈ ആറ് വില സംഭവം പറഞ്ഞുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നീ പറഞ്ഞു എഫ് ഡാഷ് ഓഫ് എഴുതാം. ഇത് തോന്നി എഫ് ഡാഷ് ഓഫ് ഇ റൈസ് ടു എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റയുടെ വില. അതുപോലെ എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റയുടെ വില നമുക്ക് ഇങ്ങനെ കിട്ടും. 1 ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ ബി ബൈ ഡോ ആർ. അതിക്കേഷൻ ആണ് നമ്മൾ ഇട്ടേക്കാം. അതിക്കേഷൻ 1. സംശയമില്ലല്ലോ? ഓക്കെ, അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ആറുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
വിത്ത് റെസ്പെക്ട് തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയോ. അപ്പൊ ഇക്വേഷൻ 2 കിട്ടും. സോ അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. വിത്ത് റെസ്പെക്ട് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. തീറ്റ ചെയ്യുമ്പോൾ യൂനെ ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ തീറ്റ പ്ലസ് ഐ ഇൻറ്റു വി എ ചെയ്യുമ്പോൾ ഡോ വി ബൈ ഡോ തീറ്റ ഇസിക്കലി എഫിനെ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം എഫ് ഡാഷ് ആയിരിക്കും. എഫ് ഓഫിന് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ്. സോ എഫിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു തീറ്റ ഇൻറ്റു അടുത്ത വളച്ചാണ്. അടുത്ത വളച്ചത് ആരെ ചെയ്യുന്നത് ഇപ്പം തീറ്റ എന്താ ചെയ്യുന്നത്. അപ്പൊ ആറ് കോൺസ്റ്റന്റ്, അപ്പൊ ആറ് ഒരു കളയും. ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് അല്ലേ. അപ്പൊ ഇ റൈസ് ടു ഐ തീറ്റ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു പിന്നെ ആരെ ചെയ്യണം, ഇയറെ നീള ഐ തീറ്റ ചെയ്യണം. ആരെ ചെയ്യണം, ഐ തീറ്റ. ഐ തീറ്റ ചെയ്യുമ്പോൾ ഐ. ഇപ്പം ഇ റൈസ് ടു എക്സ് ചെയ്യുന്ന ഇ റൈസ് ടു എക്സിനെ ചെയ്യുമ്പോൾ 2x ഇൻറ്റു പിന്നെ 2x ചെയ്യുമ്പോൾ 2. ആ കോയിഫിഷ്യന്റ് വരുന്നത് ഇവിടെ തീറ്റ എന്താ ചെയ്യുന്നത്. അപ്പൊ കോയിഫിഷ്യന്റ് ഐ അല്ലേ, ഇൻറ്റു ഐ. ഇത്ര ആലോചിച്ചാൽ മതി. ഇ റൈസ് ടു എക്സിനെ ചെയ്യുമ്പോൾ ഇ റൈസ് 2x ഇൻറ്റു 2 കൊണ്ട് വരുന്നത്. അപ്പൊ ഇ റൈസ് ടു ഐ തീറ്റ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ. അത്രേ ഉള്ളൂ. ആ 2 ആയിട്ടുണ്ടാകും ഐ. മനസ്സിലായി? ഓക്കെ, ദാറ്റ് ഈസ് ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഡോ ഡി ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആർ ഒരുമിച്ച് ഈ മൂന്ന് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഐ ആർ ഇ റൈസ് ടു ഐ തീറ്റ എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇവിടെ ഞാൻ ഈ എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു വരെ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഈ മൂന്ന് വരെ എടുത്ത് ഇപ്പൊ കളഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഇപ്പൊ ബൈ ആകുമല്ലോ. ദാറ്റ് ഈസ് 1 ബൈ ഐ ആർ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഡോ ഡി ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. അപ്പൊ എനിക്ക് ഇവിടെ എഫ് ഡാഷ് ഓഫ് ആർ കിട്ടിയല്ലോ. ഇത് ഇക്വേഷൻ 2 ഇതാണ് ഇക്വേഷൻ. അപ്പം ഈ രണ്ടാമത് കിട്ടിയത് എഫ് ഡാഷ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ ഇങ്ങനെ കിട്ടി. എന്തോന്നു 1 ബൈ ഐ ആർ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ ഡി ബൈ ഡോ ആർ അല്ല ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഡോ ഡി ബൈ ഡോ തീറ്റ കിട്ടി. അത് ഇക്വേഷൻ 2. സോ ഇക്വേഷൻ 1 2 വൃത്തിക്ക് എഴുതി നോക്കാം. നിങ്ങൾ നോക്കാം ഇക്വേഷൻ 1 കൂടെ. ഇക്വേഷൻ 1 2 വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾ നോക്കാം ഇക്വേഷൻ 1 2 പ്രത്യേകം പോവാം. ഞാൻ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻ 1 2 പ്രത്യേകത, ഇക്വേഷൻ 1 2 പ്രത്യേകത ആ രണ്ട് ഇക്വേഷന്റെ ഇടവശം സെയിം ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചേക്കണം. അതെ, ഇക്വേഷൻ 1 ഇടവശം ഇതാ, ഇക്വേഷൻ 2 ഇടവശം ഇതാ. രണ്ട് പേരുടെ ഇടവശം സെയിം ആണ്. ഇടവശം സെയിം ആണെങ്കിൽ വലതുവശം സെയിം ആവണം. ശരിയല്ലേ? ഓക്കെ, സോ റൈസ് റിലേറ്റ് ചെയ്യും. അപ്പം ഒന്നാമത്തെ ഇക്വേഷന്റെ ഇടവശവും രണ്ടാമത്തെ ഇക്വേഷന്റെ ഇടവശം സെയിം ആണ്. ഇടവശം സെയിം ആണെങ്കിൽ വലതുവശം സെയിം ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ഇടവശം ഈക്വൽ രണ്ടാമത്തെ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ഇടവശം എന്താ 1 ബൈ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഇടവശം 1 ബൈ ഐ ആർ ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ. ഇക്വേഷൻ അപ്പുറം അപ്പുറം രണ്ട് വെട്ടിക്കളയാം. ശരിയല്ലേ? അങ്ങനെ വെട്ടിക്കളയാം. സോ ബാക്കി വരുന്നത് ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു 1 ബൈ ഐ ആർ ഇൻറ്റു ഡോ യു ബൈ ഡോ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ. ഈ 1 ബൈ ഐ ആറിന്റെ ഓപ്പൺ ചെയ്യാം, ഗുണിക്കുമ്പം ഡോ വി ബൈ ഡോ ആർ ഇടവശം ഒന്നും ചെയ്യുന്നില്ല, ഇടവശം അവിടെ എഴുതി പോവാം. പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ ഈ 1 ബൈ ഐ ആർ കൊണ്ട് ഓപ്പൺ ചെയ്യും. ബാക്കി ഓപ്പൺ ചെയ്യുമ്പം 1 ബൈ ഐ ആർ ഇൻറ്റു ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഇവിടെ ഐ ഉണ്ടല്ലോ. അപ്പൊ ഐ ബൈ ഐ ആർ ഇൻറ്റു ഡോ ഇ ബൈ ഡോ തീറ്റ. ഐ കിട്ടിപ്പോവും. ലാസ്റ്റ് വരുന്ന ഇങ്ങനെ ഡോ ഇ ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു 1 ബൈ ഐ. 1 ബൈ ഐ ഒരിക്കലും ഡിനോമിനേറ്ററിൽ ഐ വരാൻ പാടില്ല. ഒരിക്കലും ഡിനോമിനേറ്റർ ഐ വരാൻ പാടില്ല. ഡിനോമിനേറ്റർ ഐ വന്നാൽ മേലും താഴെ ഐ കൊണ്ട് ഗുണിച്ചോണം. സോ ഇവിടെ താഴെ 1 ബൈ ഐ ഉണ്ട്, താഴെ ഐ ഉണ്ട്. അപ്പൊ മേലും താഴെ ഐ ഗുണിക്കാം. അപ്പൊ ഐ ബൈ ഐ സ്കോർ ആകുമല്ലോ. കാരണം മേലും താഴെ ഐ ഗുണിക്കണം. ഇതിൽ ആറും ഉണ്ട്. ഐ സ്കോർ ആർ ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഇവിടെ ഐ വെട്ടിപ്പോയായിരുന്നല്ലോ. പിന്നെ ഉള്ളത് 1 ബൈ ആർ ഡോ ഇ ബൈ ഡോ തീറ്റ. ഓക്കെ, ഇവിടെ നമ്മൾ വൃത്തിക്ക് ചെയ്യുക. പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്.
ബാക്കി നമുക്കറിയാം ഐ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 നമുക്കറിയാം. സോ നമുക്ക് ഐ സ്ക്വയർ മൈനസ് 1 ഐ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇത് ഐ സ്ക്വയർ ഓരോ മൈനസ് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഇടതുവശം ഒന്നും ചെയ്യുന്നില്ല. ഡോ ഇ ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ ബി ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഐ സ്ക്വയർ മൈനസ് 1 ആവുമല്ലോ. അപ്പോൾ മൈനസ് 1 ആകുമ്പോൾ ഐ ബൈ മൈനസ് ആർ ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ബി ബൈ ഡോ തീറ്റ 1/r ഉണ്ടല്ലോ. 1/r ഡോ ബി ബൈ ഡോ തീറ്റ. മൈനസ് താഴെ ഇടുന്നത് മേലെ ഇടുന്നത് ഇതുപോലെ. അപ്പോൾ മൈനസ് മേലെ കൊടുക്കാം. ദാറ്റ് ഈസ് ഡോ ഇ ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ ബി ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു ഞാൻ മേലെ ഇടാം. ദാറ്റ് ഈസ് മൈനസ് ഐ ഇൻറ്റു ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് 1/r ഇൻറ്റു ഒരു ആറ് ഉണ്ട് കേട്ടോ. മൈനസ് മാത്രമേ വരുന്നുള്ളൂ, ആറ് ഉണ്ട്. 1/r ഡോ ഇ ബൈ ഡോ തീറ്റ. ഇപ്പോൾ ഞാൻ ബാധിച്ചാണ് ഇത് നൽകണം. ഈ ഐ വന്നിട്ട് രണ്ടാം എഴുതാം. ഓക്കെ, അപ്പൊ ഡോ ഇ ബൈ ഡോ ആർ പ്ലസ് ഐ ഇൻറ്റു ഡോ ബി ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു ഈ ഐ ഉള്ളട്ടെ രണ്ടാം എഴുതാം, മറ്റേ ആദ്യം എഴുതാം. അപ്പൊ 1/r ഡോ ഇ ബൈ ഡോ തീറ്റ മൈനസ് ഐ ബൈ ആർ ഡോ ഇ ബൈ ഡോ തീറ്റ. ഇപ്പൊ നോക്കി ഈ ലാസ്റ്റ് നിർത്തിയേക്കുന്നുണ്ട്. ഈക്വൽസിന്റെ അപ്പുറം നോക്കി, ഈക്വൽസിന്റെ അപ്പുറം രണ്ട് കോംപ്ലക്സ് നമ്പറാണ്. കാരണം ഐ ഉണ്ട്, എ പ്ലസ് ഐ ബി ഫോമാ. മറ്റേ സൈഡ് മൈനസ് ആണ് കുഴപ്പമില്ല, മൈനസ് മറ്റേ കൊടുക്കാൻ പോയല്ലോ. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈക്വൽസിന്റെ അപ്പുറം രണ്ട് കോംപ്ലക്സ് നമ്പർ ഫോമാ. അതാ പറയുന്നത് ഈ ഈക്വൽസിന്റെ ഇടതുവശം ഒരു കോംപ്ലക്സ് നമ്പർ അവിടെ എ പ്ലസ് ഐ ബി ഫോമാ. എ പ്ലസ് ഐ ഇൻറ്റു ബി ഉണ്ടോ. വലതുവശം അങ്ങനെ എ ഈ പ്ലസ് മൈനസ് ഈ മൈനസ് വേറെ വിചാരിക്കും. അപ്പൊ എ പ്ലസ് ഐ ബി. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണല്ലോ പിന്നെ കിടക്കുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഐ ഇല്ലാത്ത സാധനം ഐ ഇല്ലാത്ത പാർട്ടും ഈക്വൽ ആയിരിക്കും, ഐ ഉള്ള പാർട്ടും ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നത്? സോ അങ്ങനെ വരുമ്പോൾ നോക്കുക, ഈക്വൽസിന്റെ ഇടതുവശം ഐ ഇല്ലാത്തവരാ ഡോ ഇ ബൈ ഡോ ആർ. ഈക്വൽസിന്റെ വലതുവശം ഐ ഇല്ലാത്തവരാ 1/r ഡോ ഇ ബൈ ഡോ. അപ്പോൾ നമുക്ക് എഴുതാം റിയൽ പാർട്ട് ഈക്വൽ ടു റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ഈക്വൽ ടു ഇമാജിനറി പാർട്ട്. അങ്ങനെ വരുമ്പോൾ ഡോ ഇ ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഡോ ഇ ബൈ ഡോ തീറ്റ. പറയാൻ കിട്ടുന്നുണ്ടോ? ഇനി ഇവിടെ ഐയുടെ പോകാറാ, ഐയുടെ കോഫിഷ്യന്റ് ഡോ ഇ ബൈ ഡോ തീറ്റ. ഡോ ഇ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ ഐയുടെ പോകാറാ, ഐയുടെ കൂടുതലായി ചോദിച്ചാൽ ഐയുടെ കൂടുതലാരാ 1/r ഡോ ഇ ബൈ ഡോ തീറ്റ. ഇവിടെ മൈനസ് ഉണ്ട്, സോ മൈനസ് 1/r ഡോ ഇ ബൈ ഡോ തീറ്റ. രണ്ടാമത്തെ ഇക്വേഷൻ ആയോ? വലിയ പ്രൂവ് ചെയ്യണ്ടേ? ഈ രണ്ട് ഇക്വേഷൻ പറഞ്ഞു തരാം, കോശിയുടെ ഇക്വേഷൻ പോളാർ കോർഡിനേറ്റ് കിട്ടിയാൽ ഉത്തരം വരെ അടിക്കണ്ടേ? സോ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ചോദിക്കും പരീക്ഷ.